ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നീറ്റ് ഫൈനൽ ആപ്പിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ ചാപ്റ്റർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കൃത്യമായി ഫോളോ ചെയ്യാം. ഓസിലേഷൻസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന എല്ലാ മോഷൻസും പീരിയോഡിക് ആണ്. റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന എല്ലാ മോഷൻസും പീരിയോഡിക് ആണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റൊട്ടേഷൻ ഓഫ് എർത്ത്, revolution of planets around the sun, hands of a watch, swinging of pendulum, vibrations of a loaded spring, vibrations of the prongs of a tuning fork. ഇതെല്ലാം ഒരു റിപ്പീറ്റഡ് മോഷൻ ആണ്. ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന മോഷൻ ആണ്. ഇത്തരം മോഷൻസിനാണ് നമ്മൾ പീരിയോഡിക് മോഷൻസ് എന്ന് പറയാം. എന്നാൽ റൊട്ടേഷൻ ഓഫ് എർത്ത് പോലെയോ റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ പോലെയോ അല്ലെങ്കിൽ ഹാൻഡ്സ് ഓഫ് എ വാച്ച് മൂവ് ചെയ്യുന്ന പോലെയോ അല്ല സ്വിങ്ങിങ് ഓഫ് പെൻഡുലം, വൈബ്രേഷൻസ് ഓഫ് ലോഡഡ് സ്പ്രിംഗ്, വൈബ്രേഷൻസ് ഓഫ് ദി പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. ഈ മോഷനൊക്കെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബോട്ടായി നടക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷൻസ് ആണ് ഇതെല്ലാം. അത്തരം മോഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ടു ആൻഡ് ഫ്രോ മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മോഷൻ എന്നാണ് പറയുക. എന്നാൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. നോക്കുക, ഇവിടെ ഈ പോയിന്റ് ഇതൊരു സ്പ്രിങ്ങും ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്തുള്ള ഒരു മാസും ആണ്. ആ മാസ് ഇപ്പം അതിൻ്റെ ഇക്വിലിബ്രിയത്തിലാണുള്ളത്. ദാറ്റ് മീൻസ് ദ സ്പ്രിങ് ഈസ് നെയ്തർ എക്സ്റ്റെൻഡഡ് നോർ കംപ്രസ്ഡ്. സ്പ്രിങ്ങിന് എക്സ്റ്റൻഷനും ഇല്ല കംപ്രഷനും ഇല്ല. ആ സിറ്റുവേഷനിലാണ് ആ സ്പ്രിങ്ങിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ മാസ് നെറ്റ് ഫോഴ്സ് സീറോ ആയതുകൊണ്ട് ആ മാസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇഫ് ദിസ് മാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ, ഈ മാസിനെ നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ ആ മാസിനെ ഈ സ്പ്രിങ് തിരിച്ച് ഇങ്ങോട്ട് വലിക്കും. ആ ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുക. ആൻഡ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻ ഓസിലേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷർഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളത്. ആൻഡ് ഇഫ് ദിസ് മാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് നമ്മൾ ഈ മാസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ then this is the direction of displacement and this is the direction of restoring force, and it is clear that the restoring force and displacement are in opposite direction. അപ്പോൾ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സിൽ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന ഈ ഇക്വേഷനിലോട്ട് എത്താൻ പറ്റും. വെർ കെ ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് എസ് എച്ച് എം. ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് എസ് എച്ച് എം എന്ന് പറയുന്നതാണ് കെ. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ എ പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് എസ് എച്ച് എം, or this is also known as the force law of SHM. Force law of SHM. അപ്പോൾ ഒരു സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം തീർച്ചയായിട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാകും. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അതിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നോക്കുക, ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് എസ് എച്ച് എം. നോക്കുക, ഒരു പാർട്ടിക്കിൾ ഇവിടെ സർക്കുലർ മോഷൻ നടത്തുന്നു എന്ന് വിചാരിക്കുക. ഇതാണ് പാർട്ടിക്കിൾ. ഇതിൽ ഞാൻ ഇപ്പം നിങ്ങൾ വരച്ചു വെച്ചൊന്നും ശ്രദ്ധിക്കേണ്ട. ഞാൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഞാൻ ഫോർ ദ ടൈം ബീങ് ഞാനവിടെ കാണിച്ചു വെച്ചതാണ്. എനിവേ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് ആ മോഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. പാർട്ടിക്കിൾ ഇവിടെ ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുക. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഓർ കോൺസ്റ്റന്റ് സ്പീഡ് എന്നാണ് നമ്മൾ പറയുക. എനിവേ, ആ പാർട്ടിക്കിളിന്റെ മോഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡിൽ ആ പാർട്ടിക്കിൾ ഈ പൊസിഷനിലാണുള്ളത്. ആ പാർട്ടിക്കിൾ ആ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിക്കിളിന്റെ
പൊസിഷൻ വെക്ടറാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ആ പൊസിഷൻ വെക്ടർ റേഡിയസ് ഓഫ് ദ സർക്കുലർ മോഷന് ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് സർക്കുലർ മോഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഞാൻ എ എന്നെടുത്തു. ആൻഡ് എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, ഇനി ആ പാർട്ടിക്കിൾ t = 0 സെക്കൻഡിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ വെക്ടർ ആയതാ ഈ വെക്ടർ, അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഞാനൊരു ഫൈ എന്ന് കൊടുത്തു, ഫൈ. ഓക്കെ, ഇനി ആ പാർട്ടിക്കിളിൽ നിന്ന് ഞാൻ എക്സ് ആക്സിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതാണ് ആ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. എക്സ് ആക്സിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ നിങ്ങൾക്ക് അവിടെ കാണാം. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിന് ഞാൻ എം എന്ന പേര് കൊടുത്തു. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറിന് ഞാൻ എം എന്ന പേര് കൊടുത്തു. ആ എമ്മിന്റെ പൊസിഷൻ t = 0 സെക്കൻഡിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഇതാണ് എം എന്ന പോയിന്റ്. t = 0 സെക്കൻഡിൽ ആ എം എന്ന പോയിന്റ് അവിടെയാണുള്ളത്. റെഡി? എന്നിട്ട് ആ പാർട്ടിക്കിൾ ഇതായി ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതായി ഇങ്ങോട്ട് വരികയാണ്. എന്താണ് അങ്ങോട്ട് വരാൻ കാരണം നോക്കിക്കോ, ഈ പാർട്ടിക്കിളിന്റെ സർക്കുലർ മോഷൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കുലർ മോഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാർട്ടിക്കിൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ശരിക്കും ശ്രദ്ധിക്കണേ, ഇവിടുന്ന് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഓക്കെ, ഒരു നിഴല് പോലെ വരും. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റെഡി? ഒരു നിഴല് പോലെ വരും. റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഒരു t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു t സെക്കൻഡിൽ പാർട്ടിക്കിൾ ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ. ആ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത സമയത്ത് അതിനുണ്ടായ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. ആ തീറ്റ എന്നത് ഒമേഗ ടിക്ക് ഈക്വൽ ആയിരിക്കും. കാരണം തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നോക്കുക, നേരത്തെ നമ്മൾ പാർട്ടിക്കിൾ ഇവിടെ നിന്ന സമയത്ത് എക്സ് ഡയറക്ഷനിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ് എം. പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ എം ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തു. പാർട്ടിക്കിൾ ഇവിടുന്ന് പോയി ഇവിടെ എത്തിയപ്പോൾ എം വന്ന് ഇവിടെ എത്തി. എം എന്ന് പറയുന്ന ആ പോയിന്റ് ഇവിടെ എത്തി. അപ്പൊ ഇതാണ് എമ്മിന്റെ പൊസിഷൻ അറ്റ് t സെക്കൻഡ്. റെഡി? അതേപോലെ ഈ പാർട്ടിക്കിളിൽ നിന്ന് നമ്മൾ y ഡയറക്ഷനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടായിരുന്നു. ആ y ഡയറക്ഷനുള്ള പെർപെൻഡിക്കുലറിന്റെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഞാൻ n എന്ന് കൊടുത്തു. പാർട്ടിക്കിൾ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോ ആ n ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി. n ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി. t = 0 സെക്കൻഡിൽ y ഡയറക്ഷനിലുള്ള ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെയാണ്. ആ പാർട്ടിക്കിൾ t സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ y ഡയറക്ഷനിലുള്ള ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളുക, ഇത് ഞാൻ x എന്ന് കൊടുത്തു. എന്നുവെച്ചാൽ ഒറിജിനിൽ നിന്ന് എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ് അറ്റ് എ ടൈം t. അതേപോലെ ഒറിജിനിൽ നിന്ന് എന്നിലോട്ടുള്ള ഡിസ്റ്റൻസ് അറ്റ് എ ടൈം t ഞാൻ y എന്നും കൊടുത്തു വെക്കുകയാണ്. y. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ എം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി. ഈ പാർട്ടിക്കിളിന് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ എം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തും. പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ എം ഇവിടെ എത്തും. പാർട്ടിക്കിളിന് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ പാർട്ടിക്കിൾ തിരിച്ചിങ്ങോട്ട് എത്തും. എം ഇങ്ങോട്ട് എത്തും. ഇനി പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തും. ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തും. എന്ന് വെച്ചാൽ ഇവിടെ ഈ സർക്കുലർ മോഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ എമ്മിന്റെ പണി എന്താ? എം ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ഇൻ ദ സെയിം മാനർ y ആക്സിസിലും നിങ്ങൾക്കൊരു ഓസിലേഷൻ കാണാൻ പറ്റും. അപ്പോ യൂണിഫോം സർക്കുലർ
സർക്കുലാർ മോഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സർക്കുലാർ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സർക്കിളിന്റെ ഡയാമീറ്റേഴ്സിൽ എക്സ് ഡയറക്ഷനിലെ ഡയാമീറ്ററിൽ എം ഒരു എസ് എച്ച് നടത്തുന്നു, വൈ ഡയറക്ഷനിലെ ഡയാമീറ്ററിൽ എന്നും ഒരു എസ് എച്ച് നടത്തുന്നു. ഇനി മനസ്സിലാക്കി വെച്ചോ, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള ഡയാമീറ്റേഴ്സിൽ മാത്രമല്ല ഇങ്ങനെ ഒരു ഡയാമീറ്റർ ഉണ്ട് എന്ന് സങ്കല്പിക്ക്. ഈ സർക്കുലർ മോഷന്റെ ഇങ്ങോട്ടുള്ളതാ, ഇവിടെ നമ്മളൊരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എടുത്താൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ഇത് ഇവിടെ ഇങ്ങനെ എസ് എച്ച് നടത്തും. നിങ്ങൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ട് എന്ന് വിചാരിച്ചോ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചോ, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഇവിടെ എസ് എച്ച് നടത്തും. എന്ന് വെച്ചാൽ ഒരു എസ് എച്ച് എം എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അതിന്റെ ഡയാമീറ്റേഴ്സിൽ നടത്തുന്ന മോഷൻ, അത് എസ് എച്ച് എം ആണ്. ഇനി വേറെ രൂപത്തിൽ പറയാൻ പറ്റും, ഈ സർക്കുലർ മോഷന്റെ എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻ ആണ് എമ്മിന്റെ മോഷൻ. ഈ സർക്കുലർ മോഷന്റെ എക്സ് ആക്സിലെ പ്രൊജക്ഷൻ ആണ് എമ്മിന്റെ മോഷൻ. ഈ സർക്കുലർ മോഷന്റെ വൈ ആക്സിലെ പ്രൊജക്ഷൻ ആണ് എന്നിന്റെ മോഷൻ. ഈ എമ്മിന്റെ മോഷനും എന്നിന്റെ മോഷനും ഈ സർക്കുലർ മോഷന്റെ പ്രൊജക്ഷൻസ് ആണ്. എവിടെയുള്ള പ്രൊജക്ഷൻസ്? എക്സ് ഡയറക്ഷനിലെ ഡയാമീറ്ററിലെയും വൈ ഡയറക്ഷനിലെ ഡയാമീറ്ററിലെയും പ്രൊജക്ഷൻസ് ആണ്. ആ പ്രൊജക്ഷൻ എന്ത് മോഷനാണ്? അത് എസ് എച്ച് എം ആണ്. So we can say that an SHM is the projection of uniform circular motion. Uniform circular motion the projection ആണ് SHM. എവിടെയുള്ള പ്രൊജക്ഷൻ? on any diameter of the reference circle. ഇതാണ് റെഫറൻസ് സർക്കിൾ. ഈ റെഫറൻസ് സർക്കിളിന്റെ ഏത് ഡയാമീറ്ററിലെയും പ്രൊജക്ഷൻ SHM ആണ്. എന്തിനാ ഈ SHM നെ യൂണിഫോം സർക്കുലർ മോഷനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്? യൂണിഫോം സർക്കുലർ മോഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് നമ്മൾ പഠിച്ചതാണ്, മോഷനിനെ പ്ലെയിനിൽ പഠിച്ചതാണ്, ലോസ് ഓഫ് മോഷനിൽ പഠിച്ചതാണ്, വർക്ക് എനർജി പവറിൽ പഠിച്ചതാണ്, റൊട്ടേഷണൽ മോഷൻ പഠിക്കുന്നുണ്ട്. അതിൽ കുറെ പാർട്ടിക്കിൾസിന്റെ സർക്കുലർ മോഷൻസ് ആണല്ലോ, അതാണല്ലോ റൊട്ടേഷനായി മാറുന്നത്. അപ്പൊ എനിവേ അതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എസ് എച്ച് എമ്മിനെ യൂണിഫോം സർക്കുലർ മോഷനിലോട്ട് കണക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ എസ് എച്ച് എമ്മിലുള്ള പാർട്ടിക്കിളായി എമ്മിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അതെന്താണ്? എക്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് നമ്മൾ ഈ ട്രയാങ്കിൾ നിന്ന് കണ്ടുപിടിക്കും. അതേപോലെ ഈ എൻ എന്ന് പറയുന്ന ഈ വൈ ഡയറക്ഷനിലുള്ള എസ് എച്ച് എമ്മിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ വൈ, അതെങ്ങനെ കണ്ടുപിടിക്കുക? അതും ഈ ട്രയാങ്കിൾ നിന്ന് കണ്ടുപിടിക്കും. അതേതാ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ ട്രയാങ്കിളിൽ ഇത് O എന്ന പോയിന്റ്, ഇത് O എന്ന പോയിന്റ് ആണ്. ഇത് O എന്ന പോയിന്റ്, ഇത് എം. ഈ പോയിന്റ് ഞാൻ Q എന്ന് പേര് കൊടുക്കുകയാണ്. ഈ പോയിന്റ് ഞാൻ Q എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റ് ഞാൻ P എന്ന പേര് കൊടുത്തു. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രയാങ്കിൾ OMQ നിന്നും ട്രയാങ്കിൾ OMQ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഈ ആംഗിളിന്റെ കോസ് എടുക്കുകയാണ്. ഏത് ആംഗിളിന്റെ കോസ്? ഈ ആംഗിളിന്റെ കോസ്. ആ ആംഗിൾ എന്താ? കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ് ആംഗിള്. ഒമേഗ ടി പ്ലസ് ഫൈ, അതിന്റെ കോസ് എടുക്കുക. സോ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു എന്താ? കോസ് എടുത്താൽ അഡ്ജസന്റ് സൈഡായ ഈ സൈഡ്, അഡ്ജസന്റ് സൈഡായ ഈ സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആയ ഈ സൈഡ്. ഹൈപ്പോട്ന്യൂസ് എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അത് A ആണ്. അപ്പൊ ഇവിടെ ഞാൻ A എന്ന് എഴുതി വെക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടി കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് എസ് എച്ച് എമ്മിലുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ് പ്രൊജക്ഷൻ എന്നാണ്. ഇതാണ് എക്സ് പ്രൊജക്ഷൻ.
ഓക്കെ, ആ സർക്കുലാർ മോഷന്റെ പൊസിഷൻ വെക്ടറിന്റെ എക്സ് പ്രൊജക്ഷൻ. ഇനി അതിന് നോക്കൂ, ഈ പാർട്ടിക്കിളിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഈ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്? ആ പാർട്ടിക്കിൾ എവിടെ? എസ് എച്ച് എം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിൽക്കുന്ന ഈ പാർട്ടിക്കിൾ അവൻ എന്ത് ചെയ്യുന്നു? മീൻ പൊസിഷനിലോട്ട് നീങ്ങുന്നു. അപ്പൊ ഞാൻ അതോടെ വരച്ചൊക്കെ പോണത്. അതിന് എം ഇതാ ഇവിടെ നിൽക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ മീൻ പൊസിഷനിലോട്ട് നീങ്ങുന്നു. റെഡി? അപ്പൊ ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്. എന്താ എ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എ എന്ന് പറയുന്നത് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എ. നോക്ക്, എ എന്ന് പറഞ്ഞാൽ ഇതാ റേഡിയസ് ആണ്. ആ എ എന്ന് പറയുന്നത് ഈ എസ് എച്ച് എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷന് എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ദൂരം എന്ന് വെച്ചാൽ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് നിങ്ങൾക്കറിയാം ആംപ്ലിറ്റ്യൂഡ്, ഞാൻ അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് അതിനുണ്ടാകാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അത് എത്രയാണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്ര? അതിന്റെ മീൻ പൊസിഷന് അതിന്റെ എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡ് എ, ദാ ഇത് എ, ഇത് എ. റെഡി അല്ലേ? എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ അത് 2π/t. എന്താ ടി എന്ന് പറഞ്ഞാൽ? ടൈം പീരിയഡ് ഓഫ് എസ് എച്ച് എമ്മിന്റെ ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ഒരു എസ് എച്ച് എം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 SHM, ടൈം പീരിയഡ് ഓഫ് SHM. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇനി ഒമേഗനെ നിങ്ങൾക്ക് 2π × f എന്ന് എഴുതാം. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് SHM. എന്താ ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ അത് സർക്കുലാർ മോഷന്റെ ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പൊ SHM-ന് എന്താ ഒമേഗ? ഇത് SHM-ന്റെ ഇക്വേഷൻ ആണല്ലോ. അതെന്താ ഒമേഗ? ഒന്നുമില്ല, പേരൊന്ന് മാറ്റിയാൽ മതി. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് SHM. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് SH എന്ന് പറഞ്ഞാൽ ആ SHM-ന് കറസ്പോണ്ടിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന സർക്കുലാർ മോഷന്റെ ആംഗുലാർ വെലോസിറ്റി. ടൈം പീരിയഡ് ഓഫ് SH എന്ന് പറഞ്ഞാൽ ഒരു SHM കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഒരു SHM കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു SHM കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ടൈം പീരിയഡ് ഓഫ് SHM ഈസ് ഈക്വൽ ടു ദ ടൈം പീരിയഡ് ഓഫ് സർക്കുലാർ മോഷൻ എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി അതേപോലെ ആ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതുകയാണ്. സൈൻ ഒമേഗ ടി പ്ലസ് 5 എഴുതുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇതാണ് ട്രയാങ്കിൾ. ഇതിൽ ഒമേഗ ടി പ്ലസ് 5 ഇതാണ്. ഇതിന്റെ സൈൻ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് y, അഡ്ജസന്റ് സൈഡ് ഹൈപ്പോട്ന്യൂസ് a. അപ്പൊ y/a. സോ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഈസ് y/a. അതിൽ നിന്ന് y ഈസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണ് പറഞ്ഞത് എന്ന് വിചാരിക്കുന്നു. എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ആൻഡ് ദിസ് ഇസ് ദി y പ്രൊജക്ഷൻ. This is the y projection of the position vector of circular motion. ഇത് y projection. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. So this is the y projection. ഇനി നോക്കേണ്ട കാര്യം എന്താണ് ഈ ഈ y പ്രൊജക്ഷൻ എങ്ങനെയുള്ളത് നോക്ക്. ആ y പ്രൊജക്ഷൻ ആണ് ഞാൻ വരക്കാൻ പോകുന്നത്. y പ്രൊജക്ഷൻ നോക്കുമ്പോൾ നോക്കുക എന്താ ഈ SHM-ന്റെ അവസ്ഥ, ഈ n-ന്റെ അവസ്ഥ എന്താ? ഈ n ഇതാ ഇവിടെ എത്തി. ഇവിടുന്ന് എങ്ങോട്ടാ പോണത്? ഇത് ഇവിടുന്ന് മേലോട്ടാ പോണത്. ഏത് പൊസിഷനിലോട്ട്? എക്സ്ട്രീം പൊസിഷനിലോട്ടാണ് ആ പാർട്ടിക്കിൾ പോണത്. അപ്പൊ എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകുമ്പോൾ ദാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് y. ആ പാർട്ടിക്കിൾ എങ്ങോട്ട് പോകുന്നു? എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകുന്നു. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് a. റെഡി? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന സൈനും കോസിനും അകത്തുള്ള ആംഗിൾ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് ഓഫ് SHM. ഫേസ് ഓഫ് SHM. അതിൽ ഫൈനെ നമ്മൾ വിളിക്കും ഇനീഷ്യൽ ഫേസ്. കാരണം ഫേസിൽ ടി ഉണ്ടല്ലോ, ഫേസിന്റെ ഇക്വേഷനിൽ ടി ഉണ്ടല്ലോ. ടൈമിനനുസരിച്ച് ഫേസ് മാറുമല്ലോ. ടിക്ക് 0 കൊടുത്താൽ പിന്നെ അതിൽ എന്താ ബാക്കിയുള്ളത്? 5 മാത്രം. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിന് ഇപ്പോക്ക് എന്ന പേരൊക്കെ പറയും. ഇപ്പോക്ക്
ഇപ്പോക്ക്, EPOCH, ഇപ്പോക്ക്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ആ ഇനീഷ്യൽ ഫേസ് 0 ആയാൽ എന്താ അവസ്ഥ? ഇഫ് ദ ഇനീഷ്യൽ ഫേസ് ഈസ് 0, അപ്പൊ എക്സ് എന്താകും? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നാകും. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നാകും. ഇനീഷ്യൽ ഫേസ് 0 ആയി കഴിഞ്ഞാൽ എക്സ് എ കോസ് ഒമേഗ ടി. അതേപോലെ ഇനീഷ്യൽ ഫേസ് 0 ആയി കഴിഞ്ഞാൽ y എന്താ വരിക? y ഈസ് ഈക്വൽ ടു a sin omega t. The y is equal to a sin omega t. ഇനി ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു എസ് എച്ച് എമ്മിന് രണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനോ? അതെ, ഇത് ഒരു എസ് എച്ച് എം അല്ല, ഇത് രണ്ട് എസ് എച്ച് എം ആണ്. ഈ രണ്ട് എസ് എച്ച് എമ്മിന്റെയും അവസ്ഥകൾ വ്യത്യാസമുണ്ട്. ഈ പാർട്ടിക്കിൾ മൂവിങ് ടുവേർഡ്സ് മീൻ പൊസിഷൻ ആണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിക്കിൾ മൂവിങ് എവേ ഫ്രം ദ മീൻ പൊസിഷൻ ആണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വൈ എന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടും രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഇനി ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടി ഈക്വൽ ടു 0 കൊടുത്തു നോക്കും. ഇവിടെ ടി ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു എന്താകും? കോസ് 0 1 എക്സ് ഈക്വൽ ടു എ. അപ്പൊ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഒരു എസ് എച്ച് എമ്മിലുള്ള പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ പൊസിഷൻ എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആണെങ്കിൽ, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ ഈസ് ഇനീഷ്യലി അറ്റ് ഇറ്റ്സ് എക്സ്ട്രീം പൊസിഷൻ. ഇവിടുന്നാണ് എസ് എച്ച് എം തുടങ്ങുന്നതെങ്കിൽ, എക്സ്ട്രീം പൊസിഷൻ എന്നാണ് എസ് എച്ച് എം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അത് നമ്മൾ എ കോസ് ഒമേഗ ടി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഈ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നോക്ക്, ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് കഴിയും, ടി ഈക്വൽ ടു 0 സെക്കൻഡിൽ വൈ എന്ന് പറയുന്നത് സൈൻ 0 ആയതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഈ എസ് എച്ച് എം ഇനീഷ്യലി അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനീഷ്യലി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനീഷ്യലി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് എന്ന് വെച്ചാൽ ആ പാർട്ടിക്കിളിന്റെ എസ് എച്ച് എം സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ് എച്ച് എം സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് ആ എസ് എച്ച് എം നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പാർട്ടിക്കിൾ എവിടെയുള്ളത്? അതിന്റെ മീൻ പൊസിഷനിലാണുള്ളത്. ആ പാർട്ടിക്കിൾ എവിടെയുള്ളത്? അതിന്റെ മീൻ പൊസിഷനിലാണുള്ളത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മീൻ പൊസിഷൻ എങ്ങോട്ട് പോകും? മീൻ പൊസിഷൻ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇത് എക്സ്ട്രീം പൊസിഷൻ. മീൻ പൊസിഷൻ ഇതാ സൈൻ അല്ലേ ഫംഗ്ഷൻ. സൈനിന്റെ വേരിയേഷൻ എങ്ങനെ? സൈനിന്റെ വാല്യൂ, സൈനിന്റെ ഗ്രാഫ് എങ്ങനെയുള്ളത്? ഇങ്ങനെയാണ്. 0 പോസിറ്റീവ് മാക്സിമം, ഡിക്രീസ് ചെയ്ത് 0, വീണ്ടും നെഗറ്റീവ് മാക്സിമം, ഡിക്രീസ് ചെയ്ത് 0, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് ഇനീഷ്യലി അത് പോകേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്ക്. ഇപ്പൊ നമ്മളെടുത്ത സർക്കുലർ മോഷൻ ആന്റി ക്ലോക്ക് വൈസാ. അതിന് പകരം ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കോ, ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ ആണ് നടക്കുന്നത് വിചാരിച്ചോ. ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ, ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുക, പാർട്ടിക്കിൾ ഇനീഷ്യലി ഈ പോയിന്റിലാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഇനീഷ്യലി പാർട്ടിക്കിൾ ഈ പോയിന്റിലാണുള്ളത്. അവിടുന്ന് പാർട്ടിക്കിൾ ഇങ്ങോട്ടെത്തി. ടി ഈക്വൽ ടു 0 സെക്കൻഡിൽ പാർട്ടിക്കിൾ ഇവിടെയാണുള്ളത്. അവിടെ നിന്നും പാർട്ടിക്കിൾ ടി സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ടെത്തി. ശരിക്കും ശ്രദ്ധിക്കുക. ഇനീഷ്യലി പാർട്ടിക്കിൾ ഈ പൊസിഷനിലാണുള്ളത്. അവിടുന്ന് ആ പാർട്ടിക്കിൾ ഇങ്ങോട്ടെത്തി. റെഡി? അപ്പൊ എന്തായിരിക്കും ഈ കേസിൽ? വൈ പ്രൊജക്ഷനും എക്സ് പ്രൊജക്ഷനും എന്ന് എഴുതാൻ പഠിക്കണം. നോക്കുക, ഈ കേസിൽ നമ്മൾ ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്നും ഇനീഷ്യലി ഇതിന് ഇവിടെ നിന്ന് ഒരു ഫൈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയി സർക്കുലർ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിലെ പ്രൊജക്ഷൻ, ഇവിടെ എക്സ് ആക്സിലെ പ്രൊജക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഈ കേസിൽ ഇതാണ് എടുക്കുന്നത്. എക്സ് പ്രൊജക്ഷൻ, വൈ പ്രൊജക്ഷൻ എൻ എന്ന് കൊടുക്കുകയാണ്, വൈ പ്രൊജക്ഷൻ എൻ എന്ന് കൊടുക്കുകയാണ്. ഇതാണ് എൻ. ഓക്കെ, ഇത് എം. എന്നിട്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ടി സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയപ്പോ, ടി സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയപ്പോ നോയിക്കോ,
എമ്മും എന്നും എവിടെയാണ് നിൽക്കുന്നത് നോക്ക്. ഇതാണ് എന്നിന്റെ പൊസിഷൻ, ഇതാണ് എന്നിന്റെ പൊസിഷൻ, ഇതാണ് എന്നിന്റെ പൊസിഷൻ, ഇതാണ് എമ്മിന്റെ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് എന്താ, ദ സർക്കുലർ മോഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ ടി സെക്കൻഡ് കൊണ്ട് ഇതിന് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇതാണ് ഒമേഗ ടി എന്ന് പറയുന്നത്. ദ ഇവിടുന്ന് ഇങ്ങോട്ടാ വന്നത്. കഴിഞ്ഞ കേസിൽ എങ്ങോട്ടാ പോയത് നോക്ക്, കഴിഞ്ഞ കേസിൽ എങ്ങോട്ടാണ്, എക്സ്ട്രീമിലോട്ടാ പോണത്. ഇവിടെ എങ്ങോട്ടാ വരുന്നത്, മീൻ പൊസിഷനിലോട്ടാ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് കാര്യം കത്തി, സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. എം എങ്ങോട്ടാ പോണത്, എം എക്സ്ട്രീമിലോട്ടാ പോണത്, എം എക്സ്ട്രീമിലോട്ടാ പോണത്. എക്സ്ട്രീമിലോട്ട് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻ സൈൻ എടുക്കണം. കാരണം സൈൻ ഫംഗ്ഷന്റെ വാല്യൂ ആണല്ലോ 0 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ പോയിട്ട് ഡിക്രീസ് ചെയ്യല്. കോസിന്റെ വാല്യൂ എങ്ങനെ വേരി ചെയ്തത്, കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ, കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ, മാക്സിമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഡിക്രീസ് ചെയ്യുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ എമ്മിൻ്റെത് കോസ് ഫംഗ്ഷനും എന്നിൻ്റെത് കോസ് ഫംഗ്ഷനും എമ്മിൻ്റെത് സൈൻ ഫംഗ്ഷനും ആയിരിക്കും. ഇനി അതെങ്ങനെ വരക്കുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഇതാണ് O എന്ന പോയിന്റ്. നമ്മൾ വീണ്ടും ട്രയാങ്കിൾ OMQ നോക്കുന്നു. ട്രയാങ്കിൾ OMQ നോക്കുക. ട്രയാങ്കിൾ OMQ നോക്കിയിട്ട് ഇതാണ് OMQ എന്ന ട്രയാങ്കിള്. ഇത് ഈ ആംഗിൾ ഫൈ, OMQ ഏതാ, Q ഏതാ, ഇതാണ് P, ഇതാണ് Q. ഈ ആംഗിൾ എത്ര നോക്ക്, ശരിക്കും നോക്കടാ. ഈ ആംഗിൾ പറഞ്ഞാൽ ഈ ആംഗിൾ തന്നെ അല്ലേ, ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലേ. അപ്പൊ ഈ ആംഗിള് ωt+φ. റെഡി, അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിള്. ഇതാണ് OMQ. റെഡി, ഇതാണ് OMQ ട്രയാങ്കിള്. ഇത് ωt+φ. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ട്രയാങ്കിൾ OMQയിലോട്ട് നോക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ സൈൻ എടുക്കുന്നു. സൈൻ ωt+φ എന്താടാ, ഇതാണ് ωt+φ. സൈൻ എടുക്കുമ്പോൾ ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ്, ഇതല്ലേ ഹൈപ്പോട്ട്ന്യൂസ്. എന്താ ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഞാനിതാ ഈ ഡിസ്റ്റൻസ്, ഇത് ഞാൻ ഈ എക്സ് എന്ന് കൊടുക്കുകയാണ്, ഹൈപ്പോട്ട്ന്യൂസ് A. അപ്പൊ ഇവിടെ സൈൻ ωt+φ ഈസ് ഈക്വൽ ടു സൈൻ ωt+φ ഈസ് ഈക്വൽ ടു x/a. അപ്പൊ x ഈസ് ഈക്വൽ ടു a സൈൻ ωt+φ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സിമിലർലി cos ωt+φ ഈസ് ഈക്വൽ ടു, കോസ് എടുക്കുമ്പോൾ നോക്ക്, ഇതല്ലേ ട്രയാങ്കിള്, ഇതല്ലേ ട്രയാങ്കിള്, അതെ. ഇതല്ലേ ωt+φ, അതെ. അപ്പൊ ഇതെന്താ, ഇത് y, അപ്പൊ ഇതും y. ഡൗട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y/a. സോ y ഈസ് ഈക്വൽ ടു a cos ωt+φ. നോക്കുക, y പ്രൊജക്ഷൻ കോസ് ഫംഗ്ഷൻ ആയി, എക്സ് പ്രൊജക്ഷൻ സൈൻ ഫംഗ്ഷൻ ആയി. കഴിഞ്ഞ കേസിൽ y പ്രൊജക്ഷൻ സൈൻ ആയിരുന്നു, എക്സ് പ്രൊജക്ഷൻ കോസ് ആയിരുന്നു. അതിപ്പോ മാറി. സംഭവം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി, ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ NCERT എക്സാമ്പിൾസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോണത്. The radius of circle, the period of revolution, initial position and sense of revolution are indicated in the figure. Y projection of the radius vector of rotating particle P. നോക്കുക, Y projection ആ ചോദിച്ചത്. ഇവിടെ clockwise circular motion അല്ലേ, അതെ. അപ്പൊ നോക്കിക്കോ, സംഭവം വളരെ സിമ്പിൾ ആണ്. ഇവിടുന്നാണ് തുടങ്ങിയത്. ഇതാണ് t=0 സെക്കൻഡിൽ ആൾ ഇവിടെയാണ്, t=0 സെക്കൻഡിൽ ആൾ ഇവിടെയാണ്, t=0 സെക്കൻഡിൽ ആൾ ഇവിടെയാണ്. ഒരു t സെക്കൻഡിൽ ആൾ ഇവിടെയാണ് നമുക്ക് എടുക്കുക. t=0 സെക്കൻഡ്. എവിടെ റേഡിയസ്, y projection of the radius rotating particle t=0. ഇത് ഇവിടെ അല്ല, എടുത്ത് മാർക്ക് ചെയ്ത് വരുന്നത്. ഇത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ കേട്ടോ. അത് പ്രിന്റിങ്ങിൽ വന്ന എററാണ്. അല്ലെങ്കിൽ അവിടെ പാർട്ടിക്കിളിനെ കാണിക്കണമായിരുന്നു. എനിവേ, അത് എക്സ്ട്രീം പൊസിഷനിലാണ്. ഐ മീൻ ഇതാ ഈ പോയിന്റ് നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. t=0 സെക്കൻഡ് ആൾ എവിടെയാണ്. ഒരു t സെക്കൻഡ് കൊണ്ട് അത് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാം. ഒരു t സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയെന്ന് എടുക്കുക.
ഒരു ടി സെക്കൻഡ് കൊണ്ട് ആൾ ഇവിടെ എത്തി. ഇവിടെ എത്തി എന്ന് വിചാരിച്ചോ, ടി സെക്കൻഡിൽ ആൾ എത്തി. സെൻസ് ഓഫ് സർക്കുലർ മോഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ടി സെക്കൻഡ് കൊണ്ട് ആൾ ഇവിടെ എത്തി എന്ന് കൂട്ടിക്കോ, ഇവിടെ എത്തി. ടി സെക്കൻഡ് കൊണ്ട് ആൾ ഇവിടെ എത്തി. അപ്പൊ ഇതാണ് പൊസിഷൻ വെക്ടർ. റെഡി? എ. ആ എ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്, റേഡിയസ് ആണ്, 3 മീറ്റർ ആണ്. ഇനി ഇവിടെ നമ്മൾ വൈ ഡയറക്ഷനിലോട്ട് പ്രൊജക്ഷൻ വരക്കുന്നു, എക്സ് ഡയറക്ഷനിലോട്ടും പ്രൊജക്ഷൻ വരക്കുന്നു. റെഡി? ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടായ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒമേഗ ടി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒമേഗ ടി. ഇത് എ, എ ഈക്വൽ ടു 3. ഇത് ഒമേഗ ടി ആണെങ്കിൽ ഇതും ഒമേഗ ടി. ഇനി വൈ പ്രൊജക്ഷനാണ് വേണ്ടത്. വൈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അവർക്ക് വേണ്ടത്. ഇത് വൈ ആണെങ്കിൽ നമുക്കറിയാം ഇതും വൈ ആണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഒമേഗ ടി ഇവിടെ ഉണ്ട്, ഒമേഗ ടി ഇവിടെ ഉണ്ട്. വൈന്റെ ടേം വൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒമേഗ ടിന്റെ കോസ് എടുക്കണോ സൈൻ എടുക്കണോ? ഒമേഗ ടി എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് വൈ. അപ്പൊ കോസ് എടുക്കണം. യെസ്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് കോസ് ഒമേഗ ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് വൈ ബൈ ഹൈപ്പോട്ന്യൂസ് എ. ഇതിൽ നിന്ന് ഞാൻ എഴുതുന്നു വൈ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. റെഡി അല്ലേ? ഫൈ ഇവിടെ ഇല്ല, ഇവിടെ ഇനീഷ്യൽ ഫേസ് 0 ആണ്. ഇനീഷ്യൽ ഫേസ് ഇവിടെ 0 ആണ്, കാരണം ആള് തുടങ്ങുന്നത് ഇവിടുന്നല്ലേ. ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ ഫേസ് പറഞ്ഞാൽ 0 അല്ലേ. ഇവിടെ എത്തുമ്പോഴല്ലേ ആ ആംഗിൾ ഒരു ഒമേഗ ടി ട്വിസ്റ്റ് ചെയ്തത്. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫേസ് ഇവിടെ 0 ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു എത്ര? ആംപ്ലിറ്റ്യൂഡ് 3 കോസ് ഒമേഗ പറഞ്ഞാൽ എന്താടാ 2π ബൈ ടൈം പീരിയഡ്. ടൈം പീരിയഡ് എത്ര? 4 സെക്കൻഡ്. അപ്പൊ 2π/4 ഈസ് ഈക്വൽ ടു π/2. 2π/4 ഈസ് ഈക്വൽ ടു π/2. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതട്ടെ π/2 ഇൻറ്റു ടി. 3 cos π/2 t. 3 cos π/2 t, where y in meter. Fourth option is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി? അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വൈ പ്രൊജക്ഷനോ എക്സ് പ്രൊജക്ഷനോ കണ്ടുപിടിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതിയാകും ഈ കാര്യം ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ശ്രദ്ധിച്ചോളണേ. x is equal to 5 sin pi t plus pi by 3 meter represents the motion of a particle executes simple harmonic motion, the amplitude of the amplitude and time period of the motion respectively. ആംപ്ലിറ്റ്യൂഡും വേണം ടൈം പീരിയഡും വേണം. ഇത് നമുക്കറിയാം. ആ ഇക്വേഷൻ ഉള്ളത് x equal to a sin omega t plus 5 എന്ന ഫോർമാറ്റിലാണുള്ളത്. അതിൽ എന്താണ് എ? ആംപ്ലിറ്റ്യൂഡ്. എന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ആംപ്ലിറ്റ്യൂഡ് 5 ആണെന്ന് മനസ്സിലായി. 5 സെന്റിമീറ്റർ അല്ലേ? ഇനി നമുക്ക് വേണ്ട എന്താ? ആംപ്ലിറ്റ്യൂഡും വേണം, ടൈം പീരിയഡ് വേണം. ടൈം പീരിയഡ് വേണമെന്നുണ്ടെങ്കിൽ ഒമേഗനെ പിടിക്ക്. ഒമേഗ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ ആണ്, അഥവാ 2π/t എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പൊ ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. 5 സെന്റിമീറ്റർ 2 സെക്കൻഡ്. സെന്റിമീറ്റർ അല്ല കേട്ടോ, മീറ്റർ ആണ്. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. കാരണം എന്താ? ഇവിടെ എക്സ് മീറ്ററിലല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 5 meter 2 second. ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ്സെൽഫ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് നോക്കുക. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM. SHMലുള്ള ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. എക്സ് നമ്മൾ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് വെലോസിറ്റി ഇതാ എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് എക്സ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടി. ഇത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്.
പിന്നെ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, എക്സിന്റെ ടേമിൽ വെലോസിറ്റി, പാർട്ടിക്കിളിന്റെ പൊസിഷൻ അനുസരിച്ച് വെലോസിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കണം. എക്സ് കൊടുക്കുക, വി കിട്ടും. മീൻ പൊസിഷനിലെ വെലോസിറ്റി വേണോ, എക്സിന് 0 കൊടുക്കുക. കാരണം മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ ആകുമ്പോൾ എക്സ് എന്താണ്, 0 ആണ്. എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ എക്സ് എന്താണ്, എ ആണ്. ഇവിടെ എക്സ്ട്രീം പൊസിഷൻ എക്സ് എന്താണ്, വേണമെങ്കിൽ -a ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മീൻ പൊസിഷനിലെ വെലോസിറ്റി വേണം, എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്തപ്പോൾ ഒമേഗ എ എന്ന് കിട്ടി. നമുക്കറിയാം മീൻ പൊസിഷനിലെ വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റുട്ടോ. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗയാണ് എന്ന് ഇവിടെ തന്നെ അത് ക്ലിയർ ആണ്. കാരണം വെലോസിറ്റി വാരി ചെയ്യുന്നത് കോസ് ഫംഗ്ഷൻ അനുസരിച്ചാണ്. കോസ്റ്റിന്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവും. കോസ്റ്റ് മാക്സിമം വാല്യൂ 1 ആണ്. അത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് കോസ്റ്റ് മാക്സിമം വാല്യൂ 1 ആണ്. അത് 1 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്, എ ഒമേഗയാണ്. സോ വെലോസിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ എ ഒമേഗ. സോ മീൻ പൊസിഷനിലാണ് എ ഒമേഗ നമ്മൾ കണ്ടത്. ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി. സോ ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM is maximum at its mean position. എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി കിട്ടാൻ എക്സിന് എ കൊടുത്തു, അപ്പോൾ വെലോസിറ്റി 0 കിട്ടി. എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി 0, മീൻ പൊസിഷനിലെ വെലോസിറ്റി മാക്സിമം. എവിടുത്തെ വെലോസിറ്റി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു a/2 വെലോസിറ്റി എന്താന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചോ. എക്സ് ഈക്വൽ ടു a/2 എന്താണ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് a/2 square. This is equal to omega into root of 3a² by 4. This is equal to root 3 omega a by 2. This is equal to root 3 by 2. The omega a Vmax. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഏത് പൊസിഷനിലെ വെലോസിറ്റി വെച്ചാലും നമുക്കിത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ പ്രോബ്ലം പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഇൻ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷനിലെ ആവറേജ് വെലോസിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ആളിതാ ഇവിടുന്ന് തുടങ്ങിയ ആളിതാ ഇവിടെ പോയി ഇവിടെ വന്ന് തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് വൈബ്രേഷൻ, കംപ്ലീറ്റ് ഓസിലേഷൻ ആകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നോക്ക്. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. ബിക്കോസ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ആൻസർ 0. റെഡി? ഇനി നോക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് SHM ഇൻ 1 ടൈം പീരിയഡ് ഈസ്. ഒരു ടൈം പീരിയഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമാണ്. ഈ സമയം കൊണ്ട് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് കണ്ടു. എത്ര ഡിസ്റ്റൻസ് കവേർഡ്? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെയാണ് SHM നടക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഇതാണല്ലോ എ, ഇത് എ ആണ്. അപ്പൊ നോക്കിക്കോ, പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, അപ്പൊ എ തിരിച്ചിങ്ങോട്ട് വന്നു, അപ്പൊ 2a ഡിസ്റ്റൻസ് അല്ലേ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് അല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു 3a, പിന്നെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി 4a. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ 0, ഡിസ്റ്റൻസ് ആണെങ്കിൽ 4a. മനസ്സിലാക്കി വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ 0, ഡിസ്റ്റൻസ് ആണെങ്കിൽ 4a. റെഡി? ഓക്കെ. ഇനി ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM പാർട്ടിക്കിളിന്റെ ആക്സിലറേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും അല്ലേ? വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റി എന്താ നമുക്ക് തൊട്ട് മുന്നേ കിട്ടി, a ഒമേഗ കോസ് ഒമേഗ t + 5. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനമാണ് കിട്ടുക. എന്ന് വെച്ചാൽ മൈനസ് ω² a സൈൻ ഒമേഗ t + 5. ഓക്കെ. ഇനി ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതില് ഈ a സൈൻ ഒമേഗ t + 5 എന്ന് പറയുന്ന ഈ സാധനം
എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഈ സാധനം എന്താണ്? അത് എക്സ് ആണ്. അതോടെ നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതി മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. സിമ്പിളാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സൈൻ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഈ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ആക്സിലറേഷൻ വാരി ചെയ്യുന്നത്. സൈൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം ആവും. സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ആക്സിലറേഷൻ മാക്സിമം വാല്യൂ എത്ര? ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കിയുള്ളത് ഒമേഗ സ്ക്വയർ എ ആണ്. അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ എ ആണ്. അത് എവിടെ വെച്ചിട്ടാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എനിവേ എക്സിന് നമ്മൾ കൊടുത്താൽ, എക്സിന് 0 കൊടുത്താൽ നമുക്ക് മീൻ പൊസിഷനിലെ ആക്സിലറേഷൻ കിട്ടും. അത് 0 ആണ്. 0 ആവണം. കാരണം SHMലുള്ള പാർട്ടിക്കിള് മീൻ പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷനും 0 ആയിരിക്കണം. അപ്പോൾ ആക്സിലറേഷൻ മീൻ പൊസിഷനിൽ എന്താണ്? 0 ആണ്. ഇനി എക്സ് ഈക്വൽ ടു എ കൊടുത്താൽ എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ കിട്ടും. അത് എത്രയാണ്? ഒമേഗ സ്ക്വയർ എ ആണ്. ഒമേഗ സ്ക്വയർ എന്നത് മാക്സിമം ആക്സിലറേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിൽ നമ്മൾ പറയുന്നു ആക്സിലറേഷൻ ഇസ് മാക്സിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻ. SHM ഉള്ള പാർട്ടിക്കിളിന്റെ എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ എന്താണ്? മാക്സിമം ആണ്. എന്നാൽ എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി എന്താണ്? 0 ആണ്. എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പൊ നമ്മൾ കാണുന്ന എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ എന്താണ്? മാക്സിമം ആണ്. മീൻ പൊസിഷനിലെ വെലോസിറ്റി എന്തായിരുന്നു? മാക്സിമം ആയിരുന്നു. എന്നാൽ മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ആ പോയിന്റ്സ് ശരിക്കും മനസ്സിലാക്കി വെക്ക്. പിന്നെ ഇവിടെ ആക്സിലറേഷൻ ഇക്വേഷൻ നെഗറ്റീവ് സൈൻ എന്ത് കാണിക്കുന്നു? ആക്സിലറേഷൻ ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അതെങ്ങനെ ഇപ്പൊ നെഗറ്റീവ് സൈഡ് ഉണ്ടാകുമ്പോൾ ടുവേർഡ്സ് മീൻ പൊസിഷൻ എന്ന് പറയാ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും മീൻ പൊസിഷൻ അങ്ങോട്ട് മെഷർ ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പൊ ഈ എക്സ് മെഷർ ചെയ്യുന്നത് എപ്പോഴും ഫ്രം ദ മീൻ പൊസിഷനാ. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ ഈ എക്സിന് ഓപ്പോസിറ്റ് ആണെന്നാ. എക്സിന് ഓപ്പോസിറ്റ് പറയുമ്പോൾ അങ്ങോട്ടേ വരാൻ പാടുള്ളൂ. കാരണം ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും മീൻ പൊസിഷനിലോട്ടാണ്. സോ ദ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHMലോട്ട് എത്തുന്നത്. ഈ മൈനസ് ഒമേഗ സ്ക്വയറിന്റെ എക്സിനെ ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ആയി. അപ്പൊ എ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ്, എ plus omega square x is equal to 0. Acceleration plus omega square x is equal to 0. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM എന്ന് പറയുന്നത്. ആക്സിലറേഷൻ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ എന്താണ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്? ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ k/m ഈക്വൽ ആണ്. എന്താ k? ഫോഴ്സ് കോൺസ്റ്റന്റ്. എന്താ m? മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ SHM. അപ്പോൾ ഒമേഗ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ √k/m. അപ്പൊ ടൈം പീരിയഡ് ഓഫ് എനി SH ഞാൻ എഴുതാൻ പോവാണ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ 2π/ω ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ടൈം പീരിയഡ് ഓഫ് എനി SHM. ഏത് SHMന്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? T is equal to 2π/ω. അപ്പോൾ ഒമേഗ താഴെ √m/k/m വരുമ്പോൾ അത് മുകളിലോട്ട് വരും. 2π√m/k. അപ്പൊ ഫ്രീക്വൻസി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടും 1/2π √k/m. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഏത് SHMന്റെ ടൈം പീരിയഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ മതി. ഈ ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കുക? നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രം. അതേതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ബോഡിയുടെ സിസ്റ്റത്തിന്റെ മാസ്. 2, ആ സിസ്റ്റത്തിലുള്ള ഫോഴ്സ് കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് എവിടുന്നാ കിട്ടുക? ഫോഴ്സ് കോൺസ്റ്റന്റ് കിട്ടാൻ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി നോക്കുക. അപ്പൊ അത് -kx എന്ന ഫോർമാറ്റിക്ക് എത്തിയാൽ അതിൽ എന്താണോ k, ആ kനെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് SHMന്റെയും ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫ്രീക്വൻസിയും ആയി. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ക്വാണ്ടിറ്റീസിന്റെ വേരിയേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് x = a cos ω t ആണെന്ന് വിചാരിച്ചോ. SHM എവിടുന്നാ തുടങ്ങുക? എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ തുടങ്ങുന്നു, കോസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നു.
ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടും. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ നിർത്തി. കോസ് ഒമേഗാട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നുണ്ടാകും. അതാണ് മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരാൻ കാരണം. കോസ് ഒമേഗാട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈന്, കോസ് ഒമേഗാട്ടിന്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. എനിവേ വെലോസിറ്റിന്റെ വേരിയേഷൻ മൈനസ് സൈൻ ഫംഗ്ഷൻ അനുസരിച്ചാ. മൈനസ് സൈൻ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ എന്താ ഇങ്ങനെയാണ്, മൈനസ് സൈനോ ഇങ്ങനെ. റെഡി? ഇനി ആക്സിലറേഷന്റെ ഗ്രാഫോ? ആക്സിലറേഷന്റെ ഗ്രാഫ് വരക്കാൻ എളുപ്പ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് നേരെ ഇൻവേർട്ടഡ് ആക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്, അപ്പൊ ആക്സിലറേഷൻ ഇതാ ഇങ്ങനെ വരും. നോക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ കുറയുമ്പോൾ ആക്സിലറേഷൻ എന്താ കുറയും. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ ആക്സിലറേഷനും കൂടും. ഡിസ്പ്ലേസ്മെന്റ് കുറയുമ്പോൾ ആക്സിലറേഷൻ കുറയും. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടും. കാരണം ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആകുന്നത്. ക്ലിയർ? ഇനി അതിന് പകരം എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ എസ് എച്ച് എം സ്റ്റാർട്ട് ചെയ്തത് മീൻ പൊസിഷൻ അല്ലേ? മീൻ പൊസിഷൻ ആവുമ്പോൾ അപ്പൊ ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0, പിന്നെ ഫംഗ്ഷൻ സൈൻ ആണ്, അപ്പൊ സൈനിന്റെ ഗ്രാഫ് വരും. വെലോസിറ്റിയോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ ഒമേഗ കോസ് ഒമേഗ ടി വരും, അപ്പൊ കോസിന്റെ ഗ്രാഫ് വരും. ആക്സിലറേഷനോ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നേരെ ഇൻവേർട്ടഡ് ആകും. റെഡി? അപ്പൊ ഈ ഗ്രാഫുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റിന്റെയും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു എന്നതാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നോക്ക്, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നത് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എം എക്സ് എന്ന ഫോമിലാണ്. സോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത്. ഇവിടെ ഫോഴ്സ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്. സിമിലർലി ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫും y is equal to മൈനസ് എം എക്സ് എന്ന ഫോമിലാണ്. അപ്പൊ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്ലോപ്പ് എന്താണെന്നുള്ളതാണ്. ഇവിടെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടൽ എന്താണ്? മൈനസ് കെ ആണ്. ഇവിടെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? മൈനസ് ഒമേഗ സ്ക്വയർ എന്താന്ന് കിട്ടും. റെഡി? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് കെ ബൈ എം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എനിവേ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് എ സ്പ്രിംഗ് വിത്ത് എ ബ്ലോക്ക് അറ്റാച്ച് ടു ദ ഫ്രീ എൻഡ് ഓഫ് ദ സ്പ്രിംഗ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്പ്രിംഗിന്റെ അറ്റത്തുള്ള മാസ്. അതിനെ ഡിസ്പ്ലേസ് ചെയ്തു. എസ് എച്ച് എം നടക്കും. എസ് എച്ച് എമ്മിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്, എസ് എച്ച് എമ്മിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഏതാ? ഫോർത്ത് ഓപ്ഷനിൽ കാണാം. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ, അനദർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ്. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആണ്. അപ്പോൾ എവിടുന്നാ കിട്ടിയത് നോക്കിക്കോളൂ. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ് എന്ന് വിചാരിച്ചോ. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അപ്പൊ വെലോസിറ്റി എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ ഒമേഗ കോസ് ഒമേഗ ടി, കോസ് ഒമേഗ ടി. ഓക്കെ, ഫേസ് ഡിഫറൻസ് എത്ര? ഇവിടെ സൈൻ ഒമേഗ ടി, ഇത് കോസ് ഒമേഗ ടി. നോക്ക്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫേസും ഒമേഗ ടി, വെലോസിന്റെ ഫേസും ഒമേഗ ടി. അപ്പൊ അത് നോക്കിക്കൊണ്ട് ഫേസ് ഡിഫറൻസ് ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസിന്റെ ഡിഫറൻസ് നോക്കണേ പിന്നെ ഫംഗ്ഷൻ സെയിം ആക്കണം. വി ഈസ് ഈക്വൽ ടു എ ഒമേഗ മാറ്റി വെച്ച് കോസ് ഒമേഗാട്ടിനെ സൈനിന്റെ ടേമിൽ എഴുതിയിട്ട് വേണം ഫേസ് ഡിഫറൻസ് നോക്കാൻ. അതെങ്ങനെ നോക്കുക? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. കോസ് ഒമേഗാട്ടിനെ മാറ്റി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. നൗ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് there is a phase difference of പൈ ബൈ ടു. എക്സും വെലോസിറ്റിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ ടു. റെഡി? ഇനി ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. എക്സ് എന്താണ്? എ സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഡിസ്പ്ലേസ്മെന്റും തെറ്റിക്കുന്നത് കണ്ടോ? തെറ്റിക്കുന്ന എങ്ങനെ കണ്ടോ? ഇത് സൈൻ ഒമേഗ ടി ഫേസ്, സൈൻ ഒമേഗ ടി ഫേസ്. ഫേസ് ഡിഫറൻസ് ഇല്ല, 0. ഇങ്ങനെ ആൻസർ ചെയ്താൽ തെറ്റി. കാരണം ആക്സിലറേഷന് സൈൻ അല്ല,
മൈനസ് സൈൻ ആണ് ഫംഗ്ഷൻ. മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതും? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, ഇതിന് ഞാൻ മാറ്റാണ്, ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? വെലോസിറ്റി പൈ ബൈ ടു, ആക്സിലറേഷൻ പൈ. ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ ടു. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷൻ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? പൈ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വേറൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ at t is equal to 2 seconds. Acceleration at t is equal to 2 seconds. The t equal to 2 seconds ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് മാക്സിമ. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എവിടെ? എക്സ്ട്രീം പൊസിഷനിലാ. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം പൊസിഷനിലല്ലേ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഉണ്ടാവുക. ആളിവിടെ എത്തിയാലല്ലേ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുക. എക്സ്ട്രീം പൊസിഷനിലെ ആക്സിലറേഷൻ എന്താ? മാക്സിമം ആക്സിലറേഷൻ ആണ്. എന്താ മാക്സിമം ആക്സിലറേഷന്റെ ഫോർമുല? ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π സ്ക്വയർ. നോക്ക്, മൈനസ് ഉണ്ടാവണം കേട്ടോ, മൈനസ് ഇടണം, കാരണം ഓപ്ഷൻസിൽ മൈനസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മൈനസ് മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ പോരാ, വിത്ത് സൈന് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസിൽ അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. മൈനസ് ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ്. നോക്ക്, മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π സ്ക്വയർ ബൈ ടൈം പീരിയഡിന്റെ സ്ക്വയർ. ടൈം പീരിയഡ് എത്ര? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലേ ടൈം പീരിയഡ്? അത് 8 ആണ്. സോ 4π സ്ക്വയർ ബൈ 4π സ്ക്വയർ ബൈ 8. 8ന്റെ സ്ക്വയർ ഉണ്ടാവില്ലേ? 64. തെറ്റിക്കരുത്, 8 എന്ന് എഴുതിയാൽ പോലെ 8ന്റെ സ്ക്വയർ. 2π ബൈ 8ന്റെ സ്ക്വയർ വേണം. 64. ടൈം പീരിയഡ് എത്രയാണ്? 8 സെക്കൻഡ് ആണ്. ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. റെഡി? ഇനി നോക്ക്, ഇവിടെ 1 എടുക്കണോ -1 എടുക്കണോ? ഡിസ്പ്ലേസ്മെന്റ് എന്താ കൊടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് എന്താ കൊടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എപ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ്? t equal to 2 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. +1 ആണോ -1 ആണോ നോക്കണേ. ഇവിടെ +1 ആണ്. ഇവിടെയാണെങ്കിൽ t equal to 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? t equal to 6 സെക്കൻഡിലാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? x -1 കൊടുക്കണം. അപ്പൊ അത് ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് 4/64. 4/64 ചെയ്താൽ എത്ര? 16. സോ ദിസ് ഇസ് -π സ്ക്വയർ ബൈ 16 meter per second squared. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, ഒരു പോയിന്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. An SHM can be described by a single harmonic function. ഒരു SHM നമുക്ക് ഒരു സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ലൈക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും അതിനൊരു സിംഗിൾ സൈൻ ഫംഗ്ഷനോ ഒരു സിംഗിൾ കോസ് ഫംഗ്ഷനോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതെല്ലാത്തൊരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ അത് SHM ആണോ എന്ന് പരിശോധിക്കാനും വേണ്ടി ചെയ്യേണ്ടത് അതിനെ ഒരു സിംഗിൾ സൈനോ സിംഗിൾ കോസോ ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഫോർമാറ്റിലോട്ട് എത്തിക്കാൻ സാധിച്ചാൽ അതൊരു SHM ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി ഒരു SHM ആണ് എന്ന് കാണിക്കാനാണ് പറയുന്നത്. അത് SHM ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് x ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. അതിനെന്താ, ഞാനത് SHM ആണെന്ന് ജസ്റ്റ് കാണിക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അതിൽ എ എന്ന ആ ഒരു കോൺസ്റ്റന്റ് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. എക്ക് ഞാനൊരു ഡി കോസ് 5 എന്ന് കൊടുക്കുകയാണ്. അതേപോലെ ബിക്ക് ഞാൻ d sin 5 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താൽ പിന്നെ x is equal to d cos 5 sin omega t plus d sin 5 cos omega t എന്ന ഫോമിലായി. And this is, നോക്ക്, sin omega t cos 5 plus cos omega t sin 5. sin omega t cos 5 plus
കോസ് ഒമേഗ ടി സൈൻ ഫൈ. നോക്കുക, എക്സ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന ഫോമിലാണ്. അത് സൈൻ ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഡി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന ഫോർമാറ്റിലോട്ട് എത്തിച്ചു. എന്താ ഈ ഡി, എന്താണ് ഈ ഫൈ? അത് ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റൻസാ. അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ഡി എന്താണ്, ഫൈ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഡി പറഞ്ഞു കൊടുക്കണം. എന്തായാലും എക്സ് ഈക്വൽ ടു ഡി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന ഫോമിലാണുള്ളത്. ആ ഡി എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് എസ് എച്ച് എം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് എസ് എച്ച് എം. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്. നോക്കുക, എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്നത് ഒരു എസ് എച്ച് എം ആണ്. എ സൈൻ ഒമേഗ ടി ഒറ്റക്ക് നോക്കുമ്പോൾ ഒരു എസ് എച്ച് എം ആ. ബി കോസ് ഒമേഗ ടി ഒറ്റക്കെടുത്താൽ അത് മറ്റൊരു എസ് എച്ച് എം ആ. അത് രണ്ടും കൂടെ കൂടിച്ചേർന്നതാ. അതൊരു പുതിയ മോഷനാണ്. ആ മോഷനെ ഒരു സിംഗിൾ സൈനിലോട്ട് എഴുതാൻ സാധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് മറ്റൊരു എസ് എച്ച് എം ആണ് എന്നുള്ളത്. ആ എസ് എച്ച് എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡാണ് ഡി. അതിന്റെ ഇനീഷ്യൽ ഫേസ് ആണ് ഫൈ. ആ ഡി എന്താണ്, ഫൈ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഡി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇക്വേഷൻ 1ഉം സ്ക്വയർ ചെയ്യുന്നു, ഇക്വേഷൻ 2ഉം സ്ക്വയർ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നും റൈറ്റ് സൈഡിൽ ഡി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ഡി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. ഡി സ്ക്വയർ പുറത്തെടുത്തു. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1. സോ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകല്ലേ. ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന എസ് എച്ച് എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ എ ആണോ? അല്ല. ബി ആണോ? അല്ല. എ പ്ലസ് ബി ആണോ? അല്ല. പിന്നെന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ നമുക്ക് ഫൈ എന്താണെന്ന് കിട്ടണം. ഇനീഷ്യൽ ഫേസ് ആണ് ഫൈ. ആ ഫൈ കിട്ടാനും വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2ഉം 1ഉം ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ഡി സൈൻ ഫൈ ബൈ ഡി കോസ് ഫൈ tan phi. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? ബി ബൈ എ. tan phi is equal to b by a. phi is equal to tan inverse b by a. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. phi is equal to tan inverse b by a. റെഡി? അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഈ എസ് എച്ച് എമ്മിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിംഗിൾ സൈൻ, ഒരു സിംഗിൾ കോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടല്ലേ ഒരു എസ് എച്ച് എമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ ഒരു സൈനും കോസും ഉണ്ടല്ലോ. അപ്പൊ എന്താ നമ്മൾ ഇത് എസ് എച്ച് എം എന്ന് പറഞ്ഞത്? ഒന്നുമില്ല, ഇതൊരു സൈനും കോസും ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ദിസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ. ഇതിനെ നമുക്കൊരു സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ ആക്കി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് മോഷൻ റെപ്രസെന്റ്സ് ആൻ എസ് എച്ച് എം. അതുകൊണ്ട് ഈ മോഷൻ എന്താണ്? എസ് എച്ച് എം ആണ്. ഒരു 3 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെന്റ്സ് എസ് എച്ച് എം ഓർ നോട്ട്. ഇത് എസ് എച്ച് എം ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഒന്നാമത്തത് നോക്കുക. ഒന്നാമത്തത് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടിയാ. ഞാൻ അതിനൊരു കാര്യം ചെയ്യാണ്. അതിൽ എ പ്ലസ് ബി ഇങ്ങോട്ട് പുറത്തെടുത്ത് പിന്നെ അകത്ത് എന്താ ഉള്ളത്? സൈൻ ഒമേഗ. അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പുറത്തെടുത്ത്. യെസ്, ദിസ് ഇസ് ആൻ എസ് എച്ച് എം. ഈസ് ആൻ എസ് എച്ച് എം ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എ പ്ലസ് ബി. നോക്കുക, എ സൈൻ ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ഒരു എസ് എച്ച് എം ആണ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ പ്ലസ് ബി. ഇനി രണ്ടാമത്തത് നോക്ക്. എക്സ് ഈസ് ഈക്വൽ ടു, ശരിക്ക് ശ്രദ്ധിക്കണേ, സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി എന്നാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. അതൊരു എസ് എച്ച് എം ആണോ? സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി അതൊരു എസ് എച്ച് എം ആണോ? അത് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ട്രൈ ചെയ്യണം ഇതിനൊരു സിംഗിൾ സൈനോ സിംഗിൾ കോസോ ആക്കി മാറ്റാൻ പറ്റുമോ എന്നത്. സിമ്പിളാണ്. സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. സോ ഇതൊരു എസ് എച്ച് എം ആണ്. ഈസ് എസ് എച്ച് എം of amplitude
1/2. ഹാഫ് യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡ് വരുന്ന ഒരു SHM ആണ് സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി അടുത്തത് നോക്ക്, മൂന്നാമത്തത് നോക്ക്, എക്സ് ഈക്വൽ ടു, ശരിക്കും ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ എക്സാമ്പിൾ ശരിക്കും ശ്രദ്ധിക്കണേ, സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ 2 ഒമേഗ ടി. സൈൻ ഒമേഗ ടി പ്ലസ് സൈൻ 2 ഒമേഗ ടി. മനസ്സിലാക്കി വെച്ചോ, ഇതൊരു ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഉള്ളതാണ്, ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി 2 ഒമേഗയാണ്. ഈ രണ്ട് SHM ഇവിടെ തന്നിരിക്കുന്ന രണ്ട് SHM-ൻ്റെയും രണ്ട് SHM-ഓ, അതെ ഇത് രണ്ട് SHM അല്ലേ, ഒരു SHM ആണ് സൈൻ ഒമേഗ ടി, മറ്റേ SHM ആണ് സൈൻ 2 ഒമേഗ ടി. അത് രണ്ടും കൂടിച്ചേർന്നതാണ്. പക്ഷേ കൂടിച്ചേർന്ന രണ്ട് SHM-ൻ്റെയും ഒമേഗ ഡിഫറൻറ്റാ, ആംഗുലർ ഫ്രീക്വൻസി ഡിഫറൻറ്റാ, ഫ്രീക്വൻസി ഡിഫറൻറ്റാ. ഫ്രീക്വൻസിയിൽ വ്യത്യാസമുള്ള രണ്ട് SHM-കൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പുതിയ മോഷൻ cannot be a simple harmonic motion. This is not an SHM. ഇതിന് SHM ആവാൻ സാധിക്കില്ല, because the combined SHMs, the component SHMs are of different frequencies. ഈ രണ്ട് SHM-കളുടെയും ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് ഗിവൺ ബൈ y is equal to a0 plus a sin omega t plus b cos omega t. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ തെറ്റിക്കരുത്, ഇത് നിങ്ങൾ തെറ്റിക്കുന്ന ആൻസറിൽ ഒന്ന് a0 പ്ലസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടിൻ്റെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഇത് എഴുതിയിട്ട് തെറ്റിക്കാം. ഇതെന്താ നിങ്ങൾ എഴുതാൻ സാധ്യതയില്ല, ഇത് നിങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഇതും ചിലപ്പോൾ നിങ്ങൾ പോയി എഴുതാം. പക്ഷേ ഇതാണ് ആൻസർ. എങ്ങനെ മനസ്സിലായി? y മൈനസ് a0 is equal to a sin omega t plus b cos omega t. ഇതാണ് ആക്ച്വലി SHM-ൻ്റെ ഇക്വേഷൻ. ഇത് കോർഡിനേറ്റ്സാ, ഇത് കോർഡിനേറ്റ്സാ. ഇതാണ് ആ ടൈമിനനുസരിച്ച കോർഡിനേറ്റ്സിൻ്റെ വേരിയേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പ്രീവിയസ് ഇയർ ആട്ടോ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്, ഇത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് റെപ്രസെന്റ്സ് എ നോൺ പീരിയോഡിക് മോഷൻ. നോൺ പീരിയോഡിക് മോഷൻ, നോൺ പീരിയോഡിക് ഏതാണെന്ന ചോദ്യം. പീരിയോഡിക് അല്ലാത്തത് സൈനൊമേഗ ടി പീരിയോഡിക്കാ, സൈനൊമേഗ ടി പ്ലസ് കോസൊമേഗ ടി പീരിയോഡിക്കാ, പീരിയോഡിക്കാ. ഇത് പീരിയോഡിക് അല്ല, അപ്പൊ ഇതാണ് ആൻസർ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് അല്ല. ഇ റൈസ് ടു ഒമേഗ ടി എന്നോ ലോഗ് ഒമേഗ ടി എന്നൊക്കെ തന്നാൽ അത് പീരിയോഡിക് അല്ല. ഒമേഗ ഉണ്ട് എന്ന് വിചാരിച്ചത് പീരിയോഡിക് ആവൂല. റെഡി അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് SHM-ലുള്ള പാർട്ടിക്കിളിന്റെ എനർജിയെ കുറിച്ചിട്ടാണ്. SHM-ലുള്ള പാർട്ടിക്കിൾ അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്തുള്ള മാസിനെ നിങ്ങൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്താൽ അതിന് റീസ്റ്റോറിങ് ഫോഴ്സ് കിട്ടുന്നു. ആ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി ചെയ്യുന്ന വർക്ക് അതിന് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടുന്നതും മാസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ വർക്ക് എനർജി പവറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ എനർജി? സെയിം വർക്ക് എനർജി പവറിൽ പഠിച്ച അതേ ഫോർമുല, ഹാഫ് കെ എക്സ് സ്ക്വയർ. എന്താ കെ? നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എം. എന്താണ്? കെ ബൈ എം ആണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉണ്ടാവല് എക്സ് മാക്സിമം ഉള്ള സ്ഥലത്താ, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഉള്ള സ്ഥലത്താ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉണ്ടാവുക. അഥവാ എക്സ്ട്രീം പൊസിഷനിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അത് എത്രയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. മീൻ പൊസിഷനിൽ എക്സ് ഈക്വൽ ടു 0 മീൻ പൊസിഷൻ ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്, അല്ലെങ്കിൽ മിനിമം ആണ്. എക്സ് 0 എന്ന സ്ഥലത്ത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അത് 0 ആണ്. ഹാഫ് എം എ സ്ക്വയർ എക്സ് സ്ക്വയർ 0 ആവാം. 0 ആണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിനിമം പൊട്ടൻഷ്യൽ 0 ആണ് നിർബന്ധമൊന്നുമില്ല. ഓക്കെ,
കൈനറ്റിക് എനർജി ഓഫ് ദ ഓസിലേറ്റർ ഈസ് ഗിവൺ ബൈ ഹാഫ് എം വി സ്ക്വയർ ആണ്. അത് നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കാരണം വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ്ട്രീം പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ കൊടുത്താൽ എക്സ്ട്രീം പൊസിഷനിലെത്തി. എക്സ്ട്രീം പൊസിഷനിലെ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. കാരണം നേരത്തെ കണ്ടു എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി 0 ആണ്. എന്തുകൊണ്ട് വെലോസിറ്റി 0 ആകാൻ കാരണം കൈനറ്റിക് എനർജി ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നത് മീൻ പൊസിഷനിലാണ്. അത് എത്രയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എക്സ്ട്രീം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. മീൻ പൊസിഷനിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എത്ര? 0. നോക്ക്. എക്സ്ട്രീം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അത് മീൻ പൊസിഷനിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എന്തായി? 0. പിന്നെ ആ പൊട്ടൻഷ്യൽ എവിടെ പോയി? അതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന കൈനറ്റിക് എനർജി. എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ മാക്സിമം ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. അത് മീൻ പൊസിഷനിലോട്ട് എത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ 0 ആകുന്നു. എങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്ത് സംഭവിച്ചു? അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയി നിൽക്കും. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ടോട്ടൽ എനർജിയെ കുറിച്ച് മനസ്സിലാക്കി വെക്ക്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് മാറൂല. ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് എയ്തർ പൊട്ടൻഷ്യൽ എനർജി ഓർ കൈനറ്റിക് എനർജി. അല്ലേ? മാക്സിമം കൈനറ്റിക് എനർജി, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി എല്ലാം സെയിം ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് എ ഹാസ് ദ സെയിം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്. സെയിം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാം. ഒട്ടുമിക്ക ആളുകൾക്കും അതിന്റെ ആൻസർ അറിയാം. അത് A/√2 ആണ്. അത് ബോർഡ് എക്സാം ലെവലിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന ഡിസ്പ്ലേസ്മെന്റ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ ക്യാൻസൽ ആയി പോയി. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. 2x square is equal to a square. X square is equal to a square by 2. X equal to a/√2. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും എക്സിനനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫ്. ഇവിടെ കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0, മീൻ പൊസിഷനിൽ മാക്സിമം, ഈ എക്സ്ട്രീമിൽ എത്തുമ്പോഴും 0. പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം, മീൻ പൊസിഷനിൽ 0, വീണ്ടും എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ വീണ്ടും മാക്സിമം ആകും. എന്നാൽ ടോട്ടൽ എനർജി ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് മാക്സിമം കൈനറ്റിക് എനർജിക്കും മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്കും ഈക്വൽ ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എന്നാൽ കൈനറ്റിക് എനർജി ടൈമിനനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടൈമിനനുസരിച്ച് എങ്ങനെയാണ് വാരി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഫംഗ്ഷൻ എഴുതിയിട്ട് എഴുതാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ എനിക്കിതാണ് നല്ലത്. ഫംഗ്ഷന് കോസ് സ്ക്വയറോ സൈൻ സ്ക്വയറോ ആയി മാറും. അപ്പം എന്തായാലും ഞാൻ തൽക്കാലം ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞുതരാം. പാർട്ടിക്കിളിൻ്റെ എവിടുന്ന മോഷൻ t = 0 സെക്കൻഡിൽ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ t = 0 സെക്കൻഡിൽ ഈ ഗ്രാഫിൽ ഇത് കൈനറ്റിക് എനർജി, ഈ റെഡ് ഗ്രാഫ് കൈനറ്റിക് എനർജിയാണ് അല്ലേ. അപ്പോൾ തുടങ്ങുന്നത് ഏത് പൊസിഷൻ എന്നാ? t = 0 സെക്കൻഡിൽ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ എന്നാ തുടങ്ങുന്നത്. എക്സ്ട്രീം പൊസിഷൻ എന്നാ തുടങ്ങുന്നത്. അപ്പോൾ നോക്കിക്കോ, എക്സ്ട്രീം പൊസിഷൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് അത് മീൻ പൊസിഷനിലോട്ട് എത്തുകയാണ്. എത്ര സമയം എടുക്കും? t/4 അല്ലേ. എന്നിട്ട് വീണ്ടും ഈ എക്സ്ട്രീമിലോട്ട് എത്തി. അപ്പൊ എത്ര സമയം എടുക്കും? t/2. തിരിച്ചു ഇങ്ങോട്ട് പോവാണ്. എത്ര സമയം എടുക്കും? 3t/4. വീണ്ടും ഈ എക്സ്ട്രീമിൽ എത്തുന്നു. അപ്പൊ എത്ര ടൈം എടുക്കും? t. റെഡി. അപ്പൊ കൈനറ്റിക് എനർജിന്റെ വേരിയേഷൻ നോക്ക്. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0. മീൻ പൊസിഷനിലെത്തി കൈനറ്റിക് എനർജി മാക്സിമം. t/4 കൈനറ്റിക് എനർജി മാക്സിമം. t/4 കൈനറ്റിക് എനർജി മാക്സിമം. ഇതാണ് t/4. കൈനറ്റിക് എനർജി മാക്സിമം എന്നാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്.
അല്ലേ? കൈനറ്റിക് എനർജി മാക്സിമം ആണ്, എന്നാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. ഇനി T/2 ആൾ എവിടെ എത്തുന്നു? നെഗറ്റീവ് എക്സ്ട്രീമിൽ എത്തുന്നു. നെഗറ്റീവ് എക്സ്ട്രീമിൽ എത്തുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി 0. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ പൊട്ടൻഷ്യൽ എനർജിയോ എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം. ഇനി വീണ്ടും എന്താ തിരിച്ച് മീൻ പൊസിഷനിലോട്ട് പോകുന്നു. വീണ്ടും തിരിച്ചു പോകുമ്പോൾ നോക്കുക, കൈനറ്റിക് എനർജി 0, മാക്സിമം 0. ഇനി തിരിച്ചു പോകുമ്പോൾ കൈനറ്റിക് എനർജി നെഗറ്റീവ് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവാ. കൈനറ്റിക് എനർജി ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് കൈനറ്റിക് എനർജി, ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് കൈനറ്റിക് എനർജി നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 0, മാക്സിമം 0. T/2 ഇതാൾ ഇവിടെ എത്തി. ഇനി തിരിച്ച് ഇങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി മീൻ പൊസിഷനിൽ എത്തുമ്പോൾ മാക്സിമം ആയി. എന്നിട്ട് വീണ്ടും ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. അടുത്ത എക്സ്ട്രീമിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞ് 0 ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിന്റെ വേരിയേഷൻ ഈ കൂടെ കാണാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാനാണ് ഈ ഗ്രാഫ് ഞാൻ പറഞ്ഞത്. ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ക്യാപിറ്റൽ ടി. ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയ ആള് തിരിച്ച് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ് ക്യാപിറ്റൽ ടി. അതാണ് ടൈം പീരിയഡ് ഓഫ് SHM. ടൈം പീരിയഡ് ഓഫ് SHM ടി ആണെങ്കിൽ ഈ കൈനറ്റിക് എനർജി വാരി ചെയ്യുന്ന ടൈം പീരീഡ്, കൈനറ്റിക് എനർജി വാരി ചെയ്യുന്ന ടൈം പീരീഡ് എന്താന്നുള്ളതാണ്. ദാ ഇവിടുന്ന് തുടങ്ങിയ ആള് ഇവിടെ പോയി ഇവിടെ എത്തി. ഇതോടെ കൈനറ്റിക് എനർജിന്റെ ഒരു സൈക്കിൾ കഴിഞ്ഞു. അതെന്താ? ഇവിടെ എത്തുമ്പോഴല്ലേ ഒരു സൈക്കിൾ കഴിയുക? അല്ല, ഇതാണ് ഒരു സൈക്കിൾ. ഈ സാധനല്ലേ റിപ്പീറ്റ് ചെയ്ത് പോണത്. നേരെ മറിച്ച് ഇത് ഇവിടുന്ന് ഇവിടെ പോയി ഇവിടുന്ന് താഴോട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറയുക കൈനറ്റിക് എനർജിന്റെ ഒരു സൈക്കിളിന്റെ ടൈം T ആണ്. വീണ്ടും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഇതല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന ടൈം എത്ര? T/2. അപ്പൊ കൈനറ്റിക് എനർജി സൈക്കിൾ കംപ്ലീറ്റ് എടുക്കുന്ന ടൈം T/2. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും T/2. അപ്പോൾ ഒരു SHMന്റെ ടൈം T ആണെങ്കിൽ അതിന്റെ പകുതി സമയം മതി ഒരു കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അതേപോലെ SHMന്റെ ഫ്രീക്വൻസി F ആണെങ്കിൽ അതിന്റെ ഡബിൾ ടൈം വേണം കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കാര്യം ഫ്രീക്വൻസി F ആണെന്നുണ്ടെങ്കിൽ ടൈം പീരിയഡ്, കൈനറ്റിക് എനർജിന്റെ ടൈം പീരിയഡും പൊട്ടൻഷ്യൽ എനർജിന്റെ ടൈം പീരിയഡും SHMന്റെ ടൈം പീരിയഡിന്റെ പകുതി ആയതുകൊണ്ട് ഒരു SHM കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് 2 സൈക്കിൾസ് ഓഫ് കൈനറ്റിക് എനർജിയും 2 സൈക്കിൾസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയും കംപ്ലീറ്റ് ആവുന്നു. സോ ഇഫ് F is the frequency of SHM, then 2F will be the frequency of variation of kinetic energy and potential energy. Previous year lo question kaane, if a body executing simple harmonic motion with the frequency N, SHM ന്റെ frequency N ആണ്. Frequency of variation of potential energy, yes, fourth option 2N ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്ക്, ആവറേജ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് അത് ടോട്ടൽ എനർജിന്റെ പകുതിയാണ്. നിങ്ങൾക്കറിയാം 1/4 m²A² ആണ്. ദിസ് ഈസ് ആക്ച്വലി ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി, ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി. അത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് ഏത് ഫംഗ്ഷന്റെയും ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഫ്രം T1 to T2, നിങ്ങൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലൊക്കെ കണ്ടിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കാം. f(t) dt ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ T1 to T2 dt. ഇത് വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ആൻസർ. അപ്പൊ എനിവേ മനസ്സിലാക്കി വെക്കുക. സോ ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ടോട്ടൽ എനർജി ആണ്. 1/4 m²A². ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്ക്, ഡ്യൂറിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ബോഡി ദ എനർജി അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ ഈസ്. എക്സ്ട്രീം പൊസിഷനിലെ എനർജി എന്താണെന്നാണ് ചോദ്യം. എക്സ്ട്രീം പൊസിഷനിലെ എനർജി എന്താ? എക്സ്ട്രീം പൊസിഷനിൽ അതിന്റെ കൈനറ്റിക് എനർജി എത്ര? 0. ഏത് എനർജി മാത്രമേ ഉള്ളൂ? പ്യുവർലി പൊട്ടൻഷ്യൽ. എക്സ്ട്രീം പൊസിഷനിൽ പ്യുവർലി പൊട്ടൻഷ്യൽ. energy during the simple harmonic motion of a body, the energy at the extreme position is purely potential. അവിടെ kinetic energy എന്താണ്? kinetic energy എന്താണ്? 0 ആണ്. kinetic energy എന്താണ്? 0 ആണ്.
ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. SHM ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന്റെ ടൈം പീരിയഡും ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് കാണാം. ഇവിടുത്തെ ഈ എല്ലല്ല, ഇത് ഞാൻ മാറ്റി എഴുതാം കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഇതൊരു എക്സ് ഒന്ന് കൊടുക്കാം, ഇതിന് വൈ. ഓക്കെ, ഇത് നോക്കാം. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഇപ്പൊ മാസ് ഇല്ല. ഈ സ്പ്രിംഗ് ഇതിന്റെ നോർമൽ ലെങ്ത് പൊസിഷനിലാണ്. ഈ സ്പ്രിംഗ് ഇതിന്റെ നോർമൽ ലെങ്ത് പൊസിഷനിലാണുള്ളത്. നോർമൽ ലെങ്ത് പൊസിഷൻ എന്ന് വെച്ചാൽ ദ സ്പ്രിംഗ് ഈസ് നെയ്തർ എക്സ്റ്റെൻഡഡ് നോർ കംപ്രസ്ഡ്. സ്പ്രിങ്ങിന് എക്സ്റ്റൻഷനും ഇല്ല കംപ്രഷനും ഇല്ലാത്തൊരു സ്റ്റേജ്. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു മാസ് കണക്ട് ചെയ്തത്. ആ മാസ് കണക്ട് ചെയ്തപ്പോൾ ഈ സ്പ്രിങ്ങിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായി. അങ്ങനെ ഈ മാസ് ഇപ്പോൾ ഈ പോയിന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഈ മാസിന്റെ വെയിറ്റ് ഇവിടുന്ന് താഴോട്ട് mg ഉണ്ട്. ഈ മാസിന്റെ മുകളിലോട്ട് ആ സ്പ്രിങ് കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സ് kx ഉണ്ട്. പക്ഷെ ആ മാസ് ഇപ്പോഴും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും mg ഈസ് ഈക്വൽ ടു kx. mg ഈസ് ഈക്വൽ ടു kx at equilibrium mg ഈസ് ഈക്വൽ ടു kx. അപ്പൊ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ കെ എന്ന് പറഞ്ഞാൽ എന്താ? കെ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് mg ഡിവൈഡഡ് ബൈ കെ എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സോറി കെ അല്ല, എക്സ്റ്റൻഷൻ. mg ഡിവൈഡഡ് ബൈ എക്സ്റ്റൻഷൻ, എഫ് ബൈ എക്സ്റ്റൻഷൻ എന്നും എഴുതാൻ സാധിക്കും. ഫോഴ്സ് ഡിവൈഡഡ് ബൈ എക്സ്റ്റൻഷൻ, k is equal to mg by x, ഫോഴ്സ് ബൈ എക്സ് എന്ന് വെച്ചാൽ ഒരു സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിന്റെ മുകളിൽ ആക്ട് ചെയ്ത ഫോഴ്സ് കാരണം അതിനുണ്ടായ എക്സ്റ്റൻഷൻ നോക്കിയാൽ മതി. ആ ഫോഴ്സ് പെർ എക്സ്റ്റൻഷൻ അത് m മാസിന്റെ വെയിറ്റ് ആണെങ്കിൽ mg ഡിവൈഡഡ് ബൈ എക്സ്റ്റൻഷൻ ചെയ്താൽ ആ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയെന്ന് കിട്ടും. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കാരണം എത്ര എക്സ്റ്റൻഷൻ ഉണ്ടായി എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നോക്കുക, ഇപ്പൊ ഇതിന്റെ ഇക്വിലിബ്രിയത്തിലാണ്. ഇപ്പൊ ഇത് ഓസിലേറ്റ് ചെയ്യുന്നില്ല കാരണം mg ഈസ് ബാലൻസ്ഡ് ബൈ kx. എന്നിട്ട് നമ്മൾ അതിന് അവിടുന്ന് ഒരു y ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് ky ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ when the mass is displaced from its equilibrium position, then the restoring force acting on the mass F is equal to minus ky. So it is clear that this equation is in the form of the standard form. This equation satisfies the force law of SHM. So k എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, അത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ ടൈം പീരിയഡ് t എന്ന് പറഞ്ഞാൽ 2π into root of m divided by spring constant ആണ്. ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ F is equal to 1/2π into root of k divided by m. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിംഗ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കുക, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സ്റ്റൻഷൻ ഈ സ്പ്രിങ്ങിന് എത്ര എക്സ്റ്റൻഷൻ ഉണ്ടാവും നമ്മളോട് ചോദിച്ചു. ഈ സ്പ്രിങ്ങിന് എത്ര എക്സ്റ്റൻഷൻ ഉണ്ടാവും വെച്ചാൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ mg ഡിവൈഡഡ് ബൈ കെ ആണ്. mg ഡിവൈഡഡ് ബൈ കെ. ആ എക്സ്റ്റൻഷൻ ആ സ്പ്രിങ്ങിന് ഉണ്ടാകാവുന്ന എക്സ്റ്റൻഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഇവിടെ എർത്തിൽ നമ്മളൊരു മാസ് സസ്പെൻഡ് ചെയ്തു, അപ്പൊ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായി. മൂണിലാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അവിടെ ഗ്രാവിറ്റി കുറവാ, അത്രത്തോളം എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. ജുപ്പിറ്ററിലാണ് സസ്പെൻഡ് ചെയ്തെങ്കിൽ കൂടുതൽ എക്സ്റ്റൻഷൻ ഉണ്ടാവും, കാരണം അവിടെ ഗ്രാവിറ്റി കൂടുതലാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലാണ്. അപ്പോ ഈ സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ അഥവാ ആ സ്പ്രിങ്ങിന്റെ ഇതാണല്ലോ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ആ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം.
ഇക്വിലിബ്രിയം പൊസിഷന്റെ ലൊക്കേഷൻ അത് ജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ അത് ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരിയഡ് ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ എം എന്ന് പറഞ്ഞാൽ മാസ് അറ്റാച്ച്ഡ് ടു ദ സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിന്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. സ്പ്രിങ്ങിന്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ദ സ്പ്രിംഗ് ഈസ് അസ്യൂംഡ് ടു ബി ഓഫ് നെഗ്ലിജിബിൾ മാസ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് സംഭവിക്കും ആ സ്പ്രിംഗ് കട്ട് ചെയ്താൽ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു സ്പ്രിംഗ് ആണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ആ സ്പ്രിങ്ങിന്റെ ലെങ്ത് എൽ ആണ്. ഇതിന്റെ യങ്സ് മോഡുലസ് y ആണ്. സോ y ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് പറഞ്ഞാൽ എന്താ, എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു സപ്പോസ് ഇതിന് നമ്മൾ ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ. ഈ സ്പ്രിങ്ങിന് നമ്മൾ ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ ഈ സ്പ്രിങ്ങിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എക്സ് എന്ന് വരും. എന്താ ഈ എഫ് ബൈ എക്സ്? ഇതിൽ എഫ് ഡിവൈഡ് ബൈ എക്സ് എന്താ, കെ ആണ്. അപ്പോൾ കെ എൽ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു വൈ എ ഡിവൈഡഡ് ബൈ എൽ. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ പ്രൊപ്പോർഷണൽ ടു 1/L. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ പ്രൊപ്പോർഷണൽ ടു 1/L. അപ്പോൾ സ്പ്രിങ് കട്ട് ചെയ്താൽ ലെങ്ത് കുറയും. ലെങ്ത് കുറയുമ്പോൾ ഓരോ പീസിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഇഫ് എ സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ പാർട്സ്, ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡബിൾ ആയിട്ടുണ്ടാകും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ്. രണ്ട് സ്പ്രിങ്ങുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2, ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിലെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K ഇഫക്റ്റീവ് എന്ന് പറയുന്നത് K1 പ്ലസ് K2 ഈക്വൽ ആയിരിക്കും. അതെങ്ങനെ വന്നത് നോക്കുക. ഈ മാസിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ മാസിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു എക്സ് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ ഇതിനും എക്സ് എക്സ്റ്റൻഷൻ ഉണ്ടാകും, ഇതിനും എക്സ് എക്സ്റ്റൻഷൻ ഉണ്ടാകും. അപ്പൊ ഇതിലും ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് K1x ആണ്. ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് K2x ആണ്. അപ്പൊ ഈ മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -K1x പ്ലസ് -K2x. This is equal to minus of K1 plus K2 into x. So K1 plus K2 ആണ് ഇവിടെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇവിടെ ഒരു മാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മാസിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. താഴോട്ട് ഞാനൊരു എക്സ് ഡിസ്റ്റൻസിൽ വലിച്ചു. ആ വലിച്ച സമയത്ത് ഞാൻ ഇവിടെ കൊടുത്ത ഫോഴ്സ് എത്രയാണോ അത് ഈ K1 സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉള്ള സ്പ്രിങ്ങിനും K2 സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്പ്രിങ്ങിനും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. ഫോഴ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ വ്യത്യാസം ഉണ്ടാകും. ഇതിനുണ്ടായ എക്സ്റ്റൻഷൻ X1 ആണ്, ഇതിനുണ്ടായ എക്സ്റ്റൻഷൻ X2 ആണ്. രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്, പക്ഷെ രണ്ടിനുണ്ടാകുന്ന എക്സ്റ്റൻഷൻ എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇതിന്റെ എക്സ്റ്റൻഷൻ X1, താഴെയുള്ളതിന്റെ എക്സ്റ്റൻഷൻ X2. എങ്കിലും എനിക്ക് അത് വെച്ചിട്ട് എഴുതാൻ പറ്റും ആ എക്സ് എന്ന് പറയുന്നത് X1 പ്ലസ് X2 ഈക്വൽ ആണ്. എന്താ എക്സ്റ്റൻഷൻ? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു F ബൈ K1 പ്ലസ് F ബൈ K2. നോക്ക്, ഫോഴ്സ് എല്ലായിടത്തും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 1/K ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2. K ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. K ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു K1 K2 ബൈ K1 പ്ലസ് K2. റെഡി? അപ്പോൾ ഇതാണ് സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇത് പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതേതാ കോമ്പിനേഷൻ നോക്കുക. അതേതാന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ മാസിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുക. ഇതിനൊരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയാൽ ഇതിനൊരു എക്സ് കംപ്രഷൻ ഉണ്ടാകും, ഇതിനൊരു എക്സ് എക്സ്റ്റൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് K1x ഉണ്ടാകും, ഇവിടുന്ന് ഇങ്ങോട്ട് റീസ്റ്റോറിംഗ്
ഫോഴ്സ് K2x ഉണ്ടാകും. അപ്പൊ ഈ മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്ര? 2. ഇതാ നോക്ക്, K1x ലെഫ്റ്റിലോട്ടാണ്, K2x ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ രണ്ട് ഫോഴ്സും സെയിം ഡയറക്ഷൻ, -K1x പ്ലസ് -K2x. So this is minus of K1 plus K2 into x. So in this case K effective is K1 plus K2. അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ 2 സ്പ്രിങ്ങുകൾ ഉണ്ട്. ഇതാ ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഈ 2 സ്പ്രിങ്ങും എങ്ങനെ നിൽക്കുന്നത്? പാരലലാ. അപ്പൊ എത്ര ഇഫക്റ്റീവ് വരിക? 2K. K plus K 2K. ആ 2K ഇനി ഇതിനെ ഞാൻ മാറ്റി വരക്കാൻ പോകുന്നു. ഇതിനെ ഞാൻ മാറ്റി വരക്കാണ്. ഇപ്പൊ ഈ സ്പ്രിങ് ഇങ്ങനെയായി. മുകളിലൊരു 2Kയും അതിൻ്റെ താഴെ ഒരു Kയും അതിൻ്റെ താഴെ ഒരു മാസും. അപ്പൊ ഇത് 2K, ഇത് K. ആ 2Kയും Kയും എങ്ങനെയാണ്? സീരീസ് ആണ്. അപ്പൊ K ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2K into K divided by 2K plus K, 3K. This is equal to 2K by 3. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. A spring is stretched by 5 cm by a force 10 Newton. The time period of the oscillation when a mass of 2 kg is suspended by it is. ടൈം പീരിയഡ് ആണ് ചോദിച്ചത്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ 2π√of മാസ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് കോൺസ്റ്റന്റ്. സോ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്താ നമ്മൾ കണ്ടുപിടിക്കണം. ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ എക്സ്റ്റൻഷൻ ആണ്. 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ 5 സെന്റിമീറ്റർ എക്സ്റ്റൻഷൻ, 5 × 10⁻². ദിസ് ഈസ് 10⁻³ ഡിവൈഡഡ് ബൈ 5. അപ്പൊ എത്ര വരിക? 200 Newton per meter. This is the force constant. Our time period T is equal to 2π√of mass എത്രയാണ്? 2 kg. K എത്രയാണ്? 200. അപ്പോൾ 1/100 √1/10 2π/10. 2π/10 എന്ന് പറഞ്ഞാൽ 6.28/10 എന്ന് പറഞ്ഞാൽ 0.628 സെക്കൻഡ്. ദിസ് ഇസ് ദ ടൈം പീരിയഡ്. 2π എന്ന് പറഞ്ഞാൽ 6.28/10 ചെയ്യുമ്പോൾ 0.628. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സിമ്പിൾ പെൻഡുലാണ്. സിമ്പിൾ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ നോക്കുക. ഒരു സിമ്പിൾ പെൻഡുലത്തെ നമ്മൾ ഇതാ ചെറുതായിട്ട് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ നോക്കുക, ഇവിടെ താഴോട്ട് mg ഉണ്ടാവും. mgക്ക് 2 കോമ്പണൻസ് ഉണ്ട്. ഇങ്ങോട്ടുള്ളത് mg sin θ, mg cos θ. കണ്ടീഷൻ ഉണ്ട്, ചെറിയ ആംഗിളിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇത് SHM ആവുക. അതിൻ്റെ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ നിങ്ങൾക്കറിയാം. അത് മാസ് ഓഫ് ദ ബോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. ഇതാണ് ടൈം പീരിയഡിന്റെ ഫോർമുല. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π√G/L ആണ്. ഓക്കെ. അപ്പോൾ ടൈം പീരിയഡ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി വെക്കുക. ഒരു പെർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെൻഡുലം ആണ് സെക്കൻഡ്സ് പെൻഡുലം. എ പെൻഡുലം ദാറ്റ് ടിക്സ് സെക്കൻഡ്സ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്ന പെൻഡുലം. 1 സെക്കൻഡ് ടിക്ക് 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 ഇങ്ങനെ എന്ന് വെച്ചാൽ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, ടിക്ക് 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 ടിക്ക്, അങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്ന പെൻഡുലത്തെ നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കുക. അപ്പോൾ അതിന്റെ ടൈം പീരിയഡ് എത്ര? 2 സെക്കൻഡ് ഉണ്ടാവും. 1 സെക്കൻഡ് 1 സെക്കൻഡ് 1 സെക്കൻഡ് 1 സെക്കൻഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? 2 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ 2π√L/G ആണ്. അത് 2 സെക്കൻഡ് ആവണം. ഇത് സോൾവ് ചെയ്താൽ L നിങ്ങൾക്ക് G/π² എന്നതിലോട്ട് എത്താൻ പറ്റും. 2 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് G/π² എന്ന് പറഞ്ഞാൽ 0.99 മീറ്റർ ആണ്. അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ആണ് എർത്തിൽ. അപ്പോൾ എർത്തിൽ നിങ്ങളൊരു സെക്കൻഡ് പെൻഡുലം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടായിരിക്കണം? അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ഉണ്ടായിരിക്കണം. നോക്കുക, ടൈം പീരിയഡ് ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഒരു ട്രോളിയിൽ വെച്ച പെൻഡുലം, ഈ ട്രോളിക്ക് മുന്നോട്ട് ആക്സിലറേഷൻ ഉണ്ട്. ട്രോളിയോ ട്രെയിനോ എന്തോ ആവട്ടെ. അപ്പോൾ ഈ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് എന്താണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കുക,
ഈ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കുക, ഇവിടുന്ന് നേരെ താഴോട്ട് എന്താ ഉള്ളത്? ജി. ഇവിടുന്ന് ഇങ്ങോട്ട് എന്തുണ്ടാകും? ഇതിന് ട്രോളിക്ക് മുന്നോട്ട് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതേപോലെ ഇതിന് ബാക്കിലോട്ടൊരു സ്യൂഡോ ആക്സിലറേഷൻ ഉണ്ടാവില്ലേ? സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവില്ലേ? സ്യൂഡോ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ. എങ്കിൽ ഈ രണ്ട് ആക്സിലറേഷൻ്റെയും റിസൾട്ടൻ്റായ ജി ഡാഷ് ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാകും. ജി ഡാഷ്. അപ്പൊ ജി ഡാഷ് എന്താണ്? ജി ഡാഷ് പറഞ്ഞാൽ √(g² + a²). അപ്പൊ ടൈം പീരിയഡ് ഇക്വേഷൻ എന്താ ഈ കേസിൽ? 2π√L/√(g² + a². ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വേറൊരു കേസ്. ഇതൊരു ലിഫ്റ്റിൽ വെച്ച പെൻഡുലാണ്. ലിഫ്റ്റ് മേലോട്ട് ആക്സിലറേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ടൈം പീരിയഡ് എന്തായിരിക്കും എന്നാണ് നോക്കേണ്ടത്. ഒന്നുമില്ല, ഒരു ലിഫ്റ്റ് മേലോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ജി ഡാഷ് എന്താ? G + a. അപ്പൊ ടൈം പീരിയഡ് എന്താ? 2π√L/g + a. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രണ്ട് കേസ് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്ക്, ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ്റെ വേരിയേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ശരിക്കും ശ്രദ്ധിക്ക്, ഈ പെൻഡുലത്തെ നമ്മൾ θ0 എന്ന ഡിസ്പ്ലേസ്മെന്റ് വരെ, മീൻസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വരെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം. എന്നുവെച്ചാൽ θ0 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ്. എന്നുവെച്ചാൽ മാക്സിമം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതിനാണ് നമ്മൾ ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് ഇത് ഓസിലേറ്റ് ചെയ്യണം. ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് എന്തുണ്ട്? mg ഉണ്ട്. ഇവിടെ നേരെ താഴോട്ട് എന്തുണ്ട്? mg ഉണ്ട് അല്ലേ? നോക്കുക, ഈ mgനെ ഞാൻ റിസോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ രണ്ട് കോമ്പണൻസ് കിട്ടും. ഇത് θ0 ആണ്. അപ്പൊ ഇത് mg cos θ0, ഇത് mg sin θ0. ഇവിടുന്ന് റിസോൾവ് ചെയ്താലും രണ്ട് കോമ്പണൻസ് കിട്ടും. ഇത് തീറ്റ ആയതുകൊണ്ട് ഇതും തീറ്റയാണ്. അപ്പൊ ഇത് mg cos θ, ഇത് mg sin θ. ഈ സമയത്തുള്ള ടെൻഷൻ, ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ദാ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആ ടെൻഷനാണ് നമ്മൾ നോക്കാൻ പോണത്. ദാ ഈ ടെൻഷൻ എത്രയാണ് ഈ സ്ട്രിങ്ങിലുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണേ. ഓക്കെ, ആ ടെൻഷൻ T. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഈ ബോബിന് ഇപ്പോൾ ഒരു v വെലോസിറ്റി ഉണ്ടെങ്കിൽ, ബോബിന്റെ മാസ് m ആണെങ്കിൽ, ബോബ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു സർക്കിളിന്റെ ഭാഗത്തൂടെ, ഒരു പോർഷനിലൂടെയാണ്, ഒരു ആർക്കിലൂടെ മൂവ് ചെയ്യാണ്. ആർക്കിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r ആണ്. r എന്ന് പറഞ്ഞാൽ ഈ പെൻഡുലത്തിന്റെ ലെങ്ത് ആണ്, റേഡിയസ് ആണ്. So mv²/L is equal to centripetal force ആണ്, നെറ്റ് ഫോഴ്സ് ടുവേർഡ്സ് ദ സെന്റർ ആണ്. ടുവേർഡ്സ് ദ സെന്ററിലെ നെറ്റ് ഫോഴ്സ് അത് ടെൻഷൻ മൈനസ് mg cos θ എന്നല്ലേ വരിക? T മൈനസ് mg cos θ. അപ്പൊ ടെൻഷൻ എന്താ? ടെൻഷൻ ഈസ് ഈക്വൽ ടു mg cos θ പ്ലസ് mv²/L. ഇതാണ് ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ, ഇതാണ് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം പൊസിഷനിലെത്തിയാൽ ടെൻഷൻ എന്തായിരിക്കും? എക്സ്ട്രീം പൊസിഷനിലെത്തിയാൽ വെലോസിറ്റി 0, അപ്പൊ ടെൻഷൻ മിനിമായി. കാരണം ഈ ടേം 0 ആയില്ലേ, അപ്പൊ ടെൻഷൻ മിനിമായി. അതെത്ര? അത് mg cos θ0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ മീൻ പൊസിഷനിലെത്തിയാൽ ടെൻഷൻ എന്തായിരിക്കും? മീൻ പൊസിഷനിലെത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആണ്, അപ്പൊ ടെൻഷനും വെലോസിറ്റി മാക്സിമം ആണ്, θ0 ആണ് അല്ലടാ? θ0 ആണ്. മീൻ പൊസിഷനിലെത്തുമ്പോൾ θ0 ആവും, ഇവിടെ എത്തുമ്പോൾ θ0 ആവും, ഇവിടെ എത്തുമ്പോൾ θ0. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ θ0 എന്ന് എഴുതിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി θ = 0 ആയി കഴിഞ്ഞാൽ ടെൻഷൻ ഈസ് ഈക്വൽ ടു mg cos 01 പ്ലസ് mvmax²/L.
V max square by L. ഇതാണ് maximum tension. So the tension on the string will be maximum when it is at its mean position, and tension will be minimum when it is at its extreme positions. നോക്കുക, previous year ഉള്ള ഒരു question ആണ്. If T1, T2, T3, T4 and T5 represent the tension in the string of a simple pendulum when the bob is at the left extreme, അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എക്സ്ട്രീം ആണ്, T2 എന്ന് പറഞ്ഞാൽ റൈറ്റ് എക്സ്ട്രീം ആണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എന്തായാലും T1ഉം T2ഉം ഈക്വൽ ആയിരിക്കും. T1ഉം T2ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് എക്സ്ട്രീം പൊസിഷനിലും ടെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന T1ഉം T2ഉം ഈക്വൽ ആണ്. T1 ലെഫ്റ്റ് എക്സ്ട്രീം, T2 റൈറ്റ് എക്സ്ട്രീം, T3 എവിടെയാണ്? മീൻ പൊസിഷൻ. അപ്പോൾ മീൻ പൊസിഷനിലെ ടെൻഷൻ ആണ് മാക്സിമം. അപ്പോൾ T3 ആണ് എന്ത്? മാക്സിമം. T3 മാക്സിമം. T4 എന്താണ്? എനി ഇന്റർമീഡിയറ്റ് ലെഫ്റ്റ് ആൻഡ് എനി ഇന്റർമീഡിയറ്റ് റൈറ്റ് പൊസിഷൻ. അപ്പോൾ T4ഉം T5 ഒക്കെ T3നേക്കാൾ കുറവാ. അപ്പോൾ T1 ഈക്വൽ ടു T2 ശരിയാണ്. T3 ഗ്രേറ്റർ ദാൻ T2 ശരിയാണ്, കാരണം T3 മാക്സിമം ആണ്. അപ്പോൾ ഇത് ശരിയാണ്. T4 ഗ്രേറ്റർ ദാൻ T3 തെറ്റാണ്, T3 ആണ് മാക്സിമം. T3 ഈക്വൽ ടു T4 തെറ്റാണ്. T5 ഗ്രേറ്റർ ദാൻ T2. T5 എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റിലെ ടെൻഷനാണ്, T2 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലെ ടെൻഷനാണ്, അത് മിനിമം ആണ്. അപ്പോൾ ഇതും ശരിയാണ്. സോ എയും ബിയും ഇയും, എ ബി ആൻഡ് ഇ, എ ബി ആൻഡ് ഇ, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രീം പൊസിഷനിൽ മിനിമം ടെൻഷൻ, മീൻ പൊസിഷനിൽ മാക്സിമം ടെൻഷൻ, എക്സ്ട്രീം പൊസിഷനിൽ T2 ഗ്രേറ്റർ ദാൻ T5 എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർമീഡിയറ്റ് പോയിന്റിലുള്ള ഇവിടുത്തെ ടെൻഷൻ, ഇവിടുത്തെ ടെൻഷൻ, ഇതാണ് ഇന്റർമീഡിയറ്റ് പോയിന്റ്. ഇവിടുത്തെ ടെൻഷനേക്കാൾ കൂടുതലല്ലേ ഇവിടുത്തത്? ഇവിടെ അല്ലേ മാക്സിമം വരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ മാസ് ഓഫ് എ ബോബ് ഇൻ എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് to thrice of its original mass, mass increased to 3 times of original mass, ഒരു കുഴപ്പമില്ല, because time period of oscillation of simple pendulum is independent of mass of the bob and its length is made, അത് നമ്മൾ ശ്രദ്ധിക്കണം, length is made half its original length, the new time period of oscillation is x by 2, then value of x is, നമുക്ക് ടൈം പീരിയഡ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ലെങ്ത് അല്ലേ? അല്ലേ? ലെങ്ത് എന്താക്കി? ഹാഫ് ആക്കി. അപ്പൊ പുതിയ ടൈം പീരിയഡ് എന്തായി? പഴയത് ഡിവൈഡഡ് ബൈ √2. ഇത് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? x/2 ഈക്വൽ ആണെന്നാ പറഞ്ഞത്. അപ്പൊ എക്സ് എന്താന്നുള്ളതല്ലേ ചോദ്യം. അപ്പൊ എക്സ് എന്താന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, x/2 times of its original, x/2 times of its original time period. അപ്പോൾ ഈ ടിയും ഈ ടിയും വെട്ടിപ്പോയി. അപ്പോൾ x is equal to 2/√2. This is equal to √2. So first option is the right answer. First option √2. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. റെഡി? വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ എയർ ഹാസ് എ ടൈം പീരിയഡ്. അപ്പൊ ടൈം പീരിയഡ് എയറിൽ തന്നിട്ടുണ്ട്. ടൈം പീരിയഡ് എയറിൽ തന്നിട്ടുള്ളത് √3 സെക്കൻഡാ. ടൈം പീരിയഡ് എയറിലുള്ളത് √3 സെക്കൻഡാണ്. If it is completely immersed in a non-viscous liquid having density 1/4 of the material of the bob, density of liquid is 1/4 of the density of the bob. പുതിയ ടൈം പീരിയഡ് ആണ് ചോദിച്ചത്. നോക്ക്, ഇതാണ് ആ ലിക്വിഡ് എന്ന് വിചാരിച്ചോ. ഈ ലിക്വിഡിലാണ് ഈ ബോബുള്ള പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജി ഡാഷ് എന്താണ്? ഫ്ലൂയിഡ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് G × 1 - σ/ρ എന്നോ ρ/σ എന്നോ ഉണ്ടാവും. ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് ബോഡി എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ ടൈം പീരിയഡ് T ഡാഷ് ഈസ് ഈക്വൽ ടു 2π × √L divided by G × 1 - density of liquid by density of body. T dash is equal to 2π √L/G എന്നാൽ T ആണ്. അപ്പൊ T ബൈ ഇങ്ങനെ വരും, T/√1 - density of liquid by density of body. റെഡി? ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ ഇതിന് ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതാൻ പോവാണ്. T dash is equal to
ടി ഇൻറ്റു റൂട്ട് ഓഫ് ഇതിൻ്റെ എൽസിയം എടുത്താൽ റോ ബി മൈനസ് റോയൽ ബൈ റോ ബി. അപ്പോൾ റോ ബി ഡിവൈഡഡ് ബൈ റോ ബി മൈനസ് റോയൽ. റെഡി? അപ്പം ഇനി ഈ ഇക്വേഷനിൽ കാര്യങ്ങൾ കൊടുത്താൽ മതി. ടി ഡാഷ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ √3. അപ്പോൾ √3 ഇൻറ്റു റൂട്ട് ഓഫ് എന്താ റോബി. റോബിക്ക് ഞാൻ റോബി തന്നെ ചെയ്തു. റോയലിന് 1/4 റോബി. അപ്പോൾ റോബി ഡിവൈഡഡ് ബൈ റോബി മൈനസ് 1/4 റോബി എന്ന് വരും ഇവിടെ. അപ്പോൾ 1/4 റോബി. റോബി 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 ക്യാൻസലായി. 1/1 മൈനസ് 1/4. സോ √3 ഇൻറ്റു 1/1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ അത് താഴെ എന്താവും 3/4 4/3 അല്ലേ. അപ്പൊ ഇത് √4 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ദിസ് ഇസ് 4 മൈനസ് 1 3 ഡിവൈഡഡ് ബൈ 4. 3 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു √3 ക്യാൻസൽ ആവുന്നു. സോ ദ ആൻസർ ഈസ് 2 സെക്കൻഡ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഞാനത് മറിഞ്ഞു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ കൃത്യമായി കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 pendulums of length 121 centimeter and 100 centimeters start vibrating in phase. At some instant, the two are at their mean position in the same phase. The minimum number of vibrations of the shorter pendulum. അപ്പോൾ ഷോർട്ടർ പെൻഡുലം എത്ര ഓസിലേഷൻ നടത്തണം എന്ന് കണ്ടുപിടിക്കണം. ആഫ്റ്റർ വിച്ച് ദ ടു ആർ എഗെയിൻ ഇൻ ഫേസ് ഇൻ ദ മീൻ പൊസിഷൻ. ഇങ്ങനെ 2 പെൻഡുലാണ് ഉള്ളത്. ഇതിൻ്റെ ലെങ്ത് 121 സെൻറ്റിമീറ്ററും ഇത് 100 സെൻറ്റിമീറ്ററും. നോക്കുക, ഇവന് ലെങ്ത് കുറവ്, അതൊരു ടൈം പീരീഡ് കുറവാണ്. അപ്പം ഇവനൊരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തിയാലും ഇവൻ ഇവിടെ എത്തിക്കൊള്ളണമെന്നില്ല അല്ലേ. ഇവൻ ഇത് ഒന്നാമത്തെ പെൻഡുലം, ഇത് രണ്ടാമത്തെ പെൻഡുലം. രണ്ടാമത്തെ പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്താലും ഒന്നാമത്തെ പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യൂല. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവൻ ഇവിടെ എത്തുന്ന കുറേ ഓസിലേഷൻസ് കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ഇവൻ ഇവിടെ എത്തുന്ന അതേ സമയം ഇവനും കുറച്ച് നമ്പർ ഓഫ് ഓസിലേഷൻ നടത്തിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവൂലേ. അത് എത്ര സമയം കഴിയുമ്പോഴാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാ, 2 പേരും മീൻ പൊസിഷനിൽ ഒരുമിച്ചെത്തണം. എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ബൈ ദ ലോങ്ങർ പെൻഡുലവും ടൈം ടേക്കൺ ബൈ ദ ഷോർട്ടർ പെൻഡുലവും ടു റീച്ച് അറ്റ് ദെയർ മീൻ പൊസിഷൻ സെയിം ആവണം. ലോങ്ങർ പെൻഡുലം മീൻ പൊസിഷനിൽ എത്തുമ്പോൾ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരിയഡ് ഇൻറ്റു നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ. ലോങ്ങർ പെൻഡുലം എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ലോങ്ങർ പെൻഡുലം ഒരു NL നമ്പർ ഓഫ് ഓസിലേഷൻസ് നടത്തി മീൻ പൊസിഷനിലെത്തി. NL ഓസിലേഷൻ നടത്താൻ NL ഇൻറ്റു ടൈം പീരിയഡ് ഓഫ് ലോങ്ങർ പെൻഡുലം ആയിരിക്കൂലേ അതെടുക്കുന്ന ടൈം. ഷോർട്ടർ പെൻഡുലം മീൻ പൊസിഷനിൽ എത്തിയതോ അത് നടത്തിയ ഓസിലേഷൻസിന്റെ എണ്ണം NS. എത്ര സമയം എടുത്തിട്ടുണ്ടാകും? അതിന്റെ ടൈം പീരിയഡ് എത്രയാണോ അത് ഇൻറ്റു NS ഇൻറ്റു TS. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടൈം പീരിയഡ് നമ്പർ ഓഫ് ഓസിലേഷൻസ് എക്സിക്യൂട്ടഡ് ബൈ ദ ഷോർട്ടർ പെൻഡുലാണ്. അപ്പോൾ NS ഡിവൈഡഡ് ബൈ NL ഈസ് ഈക്വൽ ടു TL ഡിവൈഡഡ് ബൈ TS. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലെങ്ത്തിന് പ്രൊപ്പോർഷണലാ. അപ്പോൾ ഞാൻ എഴുതാണ് റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് ലോങ്ങർ പെൻഡുലം ബൈ ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻഡുലം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് ലോങ്ങർ പെൻഡുലം 121 by 100 11 divided by 10. So number of oscillations executed by the shorter pendulum എത്ര? 11. Second option is the first answer. എന്താ ഈ ആൻസർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഷോർട്ടർ പെൻഡുലം 11 ഓസിലേഷൻ നടത്തി. ഇവൻ 11 ഓസിലേഷൻ നടത്തി ഇവിടെ എത്തുന്ന സമയം ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നടത്തിയ ഓസിലേഷൻസിന്റെ എണ്ണം എത്രയായിരിക്കും? 10 ആയിരിക്കും. ഷോർട്ടർ പെൻഡുലം 11 ഓസിലേഷൻ നടത്തി മീൻ പൊസിഷനിൽ എത്തുന്ന അതേ സമയം ലോങ്ങർ പെൻഡുലം അവിടെ എത്തിയിട്ടുണ്ടാകും ആഫ്റ്റർ എക്സിക്യൂട്ടിങ് 10 ഓസിലേഷൻസ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ ഓസിലേഷൻ ഒക്കെ ഒരു പോയിന്റിന് അബൌട്ടായിട്ട് നടക്കുന്ന ഓസിലേഷൻസാണ്. അതിന് പകരം ഒരു ആക്സിസിന് അബൌട്ടായി നടക്കുന്ന ഓസിലേഷൻസിനെയാണ് നമ്മൾ ആംഗുലാർ SHM എന്ന് വിളിക്കുക. ഇപ്പൊ ഈ ഒരു പെൻസിൽ ഇത് റോഡാന്ന് വിചാരിച്ചോ. ഈ റോഡ് ഇതിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിന് അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്.
ഈ ആക്സിന് അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്, ഈ ആക്സിന് അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ ആംഗുലാർ SHM എന്ന് വിളിക്കുക. SHM ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്. ഇതൊരു ഡിസ്ക് ആണെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്, ഇതിന് അബൌട്ടായിട്ട് ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആംഗുലാർ SHM എന്ന് വിളിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ലീനിയർ SHMൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റൊട്ടേഷൻ മോഷനിലുള്ള ക്വാണ്ടിറ്റീസിലോട്ട് മാറ്റുക, റൊട്ടേഷൻ ഡൈനാമിക്സിലോട്ട് മാറ്റുക. എന്ന് വെച്ചാൽ F ഈക്വൽ ടു മൈനസ് KX എന്ന് എഴുതിയതിന് പകരം റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്ന് എഴുതിയാൽ മതി. റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് C തീറ്റ. റീസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് KX നേരം റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് C തീറ്റ. അതിലെ C എന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് പകരം ഇവിടെയുള്ള ആളാണ് ടോർഷണൽ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ലീനിയർ SHMന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയതുപോലെ ആംഗുലാർ SHMന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഒന്നുമില്ല, d² തീറ്റ ബൈ dt സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ K/M ആയിരുന്നു, അവിടെയുള്ള Kക്ക് പകരം ഇവിടെയുള്ള ആളാണ് C, അപ്പോൾ ഇവിടെ C/I എന്നാകും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് C/I. അല്ല, എന്താണ് ഈ I? യെസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അവിടുത്തെ മാസിന് പകരം റൊട്ടേഷൻ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ ടൈം പീരിയഡിന്റെ ഫോർമുല എന്താ വരിക? അവിടെ 2π√M/K ആണ്, എമ്മിന് പകരം I, Kക്ക് പകരം C. ഇതാണ് ടൈം പീരിയഡ് ഓഫ് SHM. അപ്പോൾ ഫ്രീക്വൻസി അതിൻ്റെ റെസിപ്രോക്കൽ വരും. ഈ പറഞ്ഞ ആംഗുലാർ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് ടോർഷണൽ പെൻഡുലം. ഫിഗറിൽ കാണുന്ന പോലെ ഒരു വയറിൻ്റെ അറ്റത്ത് ഒരു ഡിസ്ക് വെച്ചിട്ട് ആ ഡിസ്കിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് റിലീസ് ചെയ്താൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ടോർഷണൽ പെൻഡുലം എന്ന് വിളിക്കുക. അതിൻ്റെ ടൈം പീരിയഡിന്റെ ഫോർമുലയാണ് 2π√I/C. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് റിജിഡ് ബോഡി അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നോക്കുക, ഇത് ഡിസ്ക് ആണ്, അപ്പൊ ഡിസ്ക് ആകുമ്പോൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കണം. ഇതൊരു സ്ഫിയർ ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പൊ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കണം. ഇതൊരു റോഡാണ് ഇവിടെ ഉള്ളതെങ്കിൽ അപ്പൊ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കണം. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നോക്കുക, മറ്റൊരു എക്സാമ്പിൾ ആണ് ആംഗുലാർ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന് കോമ്പൗണ്ട് പെൻഡുലം. കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡി, എനി റിജിഡ് ബോഡി, ഇങ്ങനെ ഒരു റിജിഡ് ബോഡി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ റിജിഡ് ബോഡിയുടെ ഈ പോയിന്റിൽ പിവറ്റഡ് ആണ്. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ആക്സിസ് ഓഫ് ഓസിലേഷൻ, ആക്സിസ് ഓഫ് ഓസിലേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, G എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, G സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി. നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഇതാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ആക്സിസ് ഓഫ് ഓസിലേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ D എന്ന് കൊടുത്തു. എങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടൈം പീരിയഡിന്റെ ഫോർമുലയാണ്, ഡിറൈവ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ ആ ഫോർമുല മനസ്സിലാക്കി വെക്കുക. ഫോർ ദ ടൈം ബീങ് ഞാൻ ഫോർമുല മാത്രമേ എത്തുള്ളൂ. T = 2π√I/mgd. എന്താണ് I? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി. എന്താണ് D എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ ഡിസ്റ്റൻസ് I എന്ന് പറഞ്ഞാൽ ഏത് ബോഡിയാണോ ഇതേപോലെ ഓസിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഏത് ബോഡി ഏത് പോയിന്റ് അബൌട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫോർ എക്സാമ്പിൾ, ഒരു റോഡാണ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് അബൌട്ട് ആയിട്ട് എങ്കിൽ ഇവിടെ ഇങ്ങനെ ഓസിലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ റോഡിന്റെ ഈ എൻഡിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/3 എടുക്കുക. ഈ പോയിന്റ് അബൌട്ട് ആയിട്ട് ml²/12 ആണ് നിങ്ങൾക്കറിയാം. ഇതിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/3 എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് സ്പെഷ്യൽ കേസുകളാണ് വരുന്നത്. നിങ്ങൾക്കറിയാവുന്ന റിസൾട്ടുകൾ മാത്രമാണ് നോക്കുക. ഒരു എർത്ത്, ഇത് എർത്താണ്. എർത്തിലൂടെ ഒരു എർത്തിന്റെ
ഡയാമീറ്ററിൻ്റെ എലോങ് ആയിട്ട് ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ബോൾ റിലീസ് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടോ നിങ്ങളൊരു ബോൾ റിലീസ് ചെയ്താൽ അതിനെ എർത്ത് ഇങ്ങനെ സെൻറ്ററിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ സ്പീഡ് ഇങ്ങനെ കൂടും. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണ്. പിന്നെ അത് വീണ്ടും അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണ്, പക്ഷേ അതിൻ്റെ സ്പീഡ് കൂടി ഇവിടെത്തുമ്പോൾ മാക്സിമം ആയിട്ടുണ്ടാകും. അവിടെ എത്തുമ്പോഴുള്ള സ്പീഡ് മാക്സിമം ആണെന്ന് പറയാൻ കാരണം ഇനി ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഫോഴ്സ് ഇവിടുന്ന് സെൻറ്ററിലോട്ട് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിട്ടാർഡേഷൻ സംഭവിക്കും, സ്പീഡ് കുറയും. ഈ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് 0 ആകും, കൈനറ്റിക് എനർജി 0 ആകും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത്. അപ്പോൾ വീണ്ടും അതിൻ്റെ സ്പീഡ് കൂടും, കൈനറ്റിക് എനർജി കൂടും. ഇവിടുത്തെ മാക്സിമം സ്പീഡ് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാകും. വീണ്ടും ഇതിനെ പാസ് ചെയ്ത് പോകുന്ന വെച്ചാൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓസിലേഷൻ്റെ ടൈം പീരീഡ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താൽ 2π√R/g എന്നാണ് നമുക്ക് കിട്ടുക. ദിസ് ഈസ് 84.6 മിനിറ്റിന് ഈക്വൽ ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതൊക്കെ കൊടുത്താൽ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് വിൽ ബി ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദി അതർ എൻഡ് ഓഫ് ദ എർത്ത്? എന്ന് വെച്ചാൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലോട്ട് ആ ബോൾ എത്താൻ എടുക്കുന്ന ടൈം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ടൈം എന്ന് പറഞ്ഞാൽ T/2 ആണ്. അത് 42.3 മിനിറ്റ് ആണ്. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ കേസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു കേസാണ് ഒരു ഫ്ലോട്ടിംഗ് ബോഡി. ആ ഫ്ലോട്ടിംഗ് ബോഡി നമ്മൾ ജസ്റ്റ് ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്താൽ ആ ബോയൻ ഫോഴ്സ് റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ആ ബോഡി അവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓസിലേഷനും ഒരു SHM ആയിരിക്കും. അതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. 2π√A/ρg. M/A/ρg. M എന്താണ്? ആ ബോഡിയുടെ മാസ്. A എന്താണ്? അതിൻ്റെ ബേസ് ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ബേസ് ഏരിയ. അതേപോലെ റോ എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ബോഡിയുടെ ഡെൻസിറ്റി അല്ല, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ശരിക്കും ശ്രദ്ധിക്കണേ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. അതേപോലെ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഇതിൽ നിന്ന് നമുക്ക് M/A/ρ എന്ന് പറഞ്ഞാൽ എന്താ? M/A/ρ എന്ന് പറഞ്ഞാൽ എന്താണ്? H ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് കൊടുത്തിട്ടും നിങ്ങൾക്ക് ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഫോർമുലയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു കേസാണ്, ഒരു V ഷേപ്പ്ഡ് ട്യൂബിൽ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ട് ആ ലിക്വിഡ് ലെവൽ രണ്ട് ലിംബിലും ഒരേ ലെവലിൽ ലിക്വിഡ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇവിടുത്തെ ഈ ലെവലിൽ തന്നെയാണ് ഇവിടെയും ലിക്വിഡ് ഉള്ളത് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓസിലേഷൻ ഒന്നും നടക്കില്ല, ഒരേ ലെവലിലാണ് ലിക്വിഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇവിടുത്തെ ലിക്വിഡ് ലെവൽ നമ്മളൊന്ന് താഴ്ത്തി. ഈ ഫിഗറിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ഇല്ല. ഈ ലിക്വിഡ് ലെവൽ നമ്മൾ ഇവിടുന്ന് താഴ്ത്തി. എത്രത്തോളം താഴ്ത്തുന്നുണ്ടോ, ഒരു വൈ ഡിസ്റ്റൻസിൽ നമ്മളിവിടെ ലിക്വിഡ് അങ്ങോട്ട് താഴ്ത്തിയാൽ അതേ വൈ ഡിസ്റ്റൻസിൽ ഇവിടുന്ന് ലിക്വിഡ് ഇങ്ങോട്ട് പൊങ്ങി വരും. കാരണം അതൊരു ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനെ നമ്മളൊരു ഭാഗത്ത് നമ്മളിത് താഴ്ത്തി, ഒരു ഭാഗത്ത് നമ്മൾ താഴ്ത്തി, അപ്പം മറ്റേ ഭാഗത്ത് പൊങ്ങി. എന്നിട്ട് ഇത് റിലീസ് ചെയ്താൽ ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല മാത്രം പഠിച്ചു വെച്ചോ, ഡിറൈവ് ചെയ്യുന്നില്ല ഫോർ ദ ടൈം ബീയിങ്. 2π√L/G sin θ1 plus sin θ2. എന്താ L എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ലെങ്ത്, ലിക്വിഡ് കോളത്തിൻ്റെ ലെങ്ത് ഓഫ് ലിക്വിഡ് കോളം. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിറൈവ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിൽ നമുക്കത് ഡിറൈവ് ചെയ്യാനുള്ളൊരു സമയമൊന്നും നമുക്ക് ഇവിടെ കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിത് ഇക്വേഷൻ എഴുതി വെക്കുന്നത്. ലെങ്ത് ഓഫ് ലിക്വിഡ് കോളം. θ1 എന്താ, θ2 എന്താന്നുള്ളത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ L എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നൂല് ഇങ്ങനെ പിടിക്കുക, ആ നൂല് എത്ര നീളമുണ്ടോ അതാണ് ലെങ്ത് ഓഫ് ലിക്വിഡ് കോളം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കേസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. എനിവേ, നമ്മൾ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ചാപ്റ്ററിൽ ഉണ്ടെങ്കിലും, അതേപോലെ ഏതെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന
കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ അതിലൂടെ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അത് മേ ബി വീഡിയോ ആയിട്ടോ ഗ്രൂപ്പിലൂടെയോ ഒക്കെ നമുക്ക് സോൾവ് ചെയ്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.